ഉറക്കത്തിലല്ല, സ്വപ്നമല്ല, നേരിട്ട് കാണും. ഇങ്ങനെ ഞാൻ ഈ ഹല്ലേലൂയ സ്തോത്രം ഒന്നും ഉറക്കെ പറയത്തില്ല. എൻ്റെ പേര് അത് ബെന്തക്കോസ്ത് നമുക്കാണ്ട് ഉള്ള കാര്യം നമ്മൾ പറയുന്നതിന്. അപ്പൊ എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ ആ കട്ടിലയിൽ ഇരുന്നിട്ട് വേറൊരു ലെവലിലായി. ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സൗണ്ടില്ല. പിന്നെ അവിടെ ഞാൻ അവിടെയല്ല, ഞാൻ വേറൊരു ലോകത്തില്ല. അങ്ങനെ കിടന്നു ഞാൻ ഭയങ്കര ബഹളം വെച്ചപ്പോ സഹിച്ച എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഇതെല്ലാം കൂടെ കേട്ട് ഇവക്ക് ഏതാണ്ട് വട്ട് വന്നാന്ന് തോന്നുന്നേ എന്നും പറഞ്ഞ് സഹിച്ചാൻ എന്നോടി എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത്. എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. അതുപോലെ അങ്ങ് ശക്തിപ്പെട്ട് ഞാൻ അതങ്ങ് ഭയങ്കര അക്യൂട്ടായിട്ട് അങ്ങ് ശ്വാസം മുട്ടും. പിന്നെ നമ്മൾ പറയത്തില്ലേ, ക്യാപിറ്റൽ ലെറ്റർ സി പോലെ ഞാൻ ഇങ്ങനെ അങ്ങ് വളഞ്ഞ് ശ്വാസം പിടിക്കുക. എനിക്ക് ഒട്ടും ശ്വാസം കിട്ടത്തില്ല. ഇവർക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാലും അകത്തോട്ട് കയറ്റി വിടും. ഞാൻ അവിടെ കൊട്ടി ചോദിക്കും എങ്ങനെയുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല. അവർ പൊക്കോളാൻ പറയും. നമ്മളവിടെ നിന്ന് വിഷമിച്ചത് അതൊരു വലിയ അത്ഭുതമായിരുന്നു. നമ്മള് ബീജിംഗിൽ എത്തുന്നതിന് മുമ്പേ ദൈവം ഒരാളെ അമേരിക്കയിൽ അവിടെ ആക്കി വെച്ചു. തലേ ദിവസം അവിടെ ആക്കി വെച്ചേക്കുക. വണ്ടർഫുൾ. അതായത് നിങ്ങളുടേത് ഗ്രൂപ്പ് വിസയായിരുന്നു. ഗ്രൂപ്പ് വിസയാ. അപ്പൊ അവരങ്ങ് പോയി. അവര് പോയി. പിന്നെ നിങ്ങൾക്ക് വിസ ഇല്ല. ഓക്കെ. ഞങ്ങൾ രണ്ടുപേരും വിസ ഇല്ലാതെ ചൈനയിൽ നിൽക്കുന്നത്. എല്ലാം കൊടുത്ത് അവരെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ആരാ കിടക്കുന്നത് എന്നോട് ചോദിച്ചു, അകത്ത് കിടക്കുന്ന ആളാരാ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡാ. തെളിവെന്തോന്ന്. അപ്പോൾ തെളിവെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പാസ്പോർട്ടിനകത്ത് ഓൾറെഡി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് 4 പിള്ളേരുണ്ട്, പാസ്പോർട്ടിൽ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു പാസ്പോർട്ടിലുണ്ടെങ്കിൽ ആ മനുഷ്യൻ അവിടെ കിടക്കുന്നതെന്ന് എങ്ങനെ അറിയുന്നതെന്ന്. അന്നേരം പറഞ്ഞു ഓക്കെ എന്നാൽ മാരേജ് സർട്ടിഫിക്കറ്റ് തരാം. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്ക് പിള്ളേർ എളുപ്പം തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് 50 വർഷം പഴയ പേപ്പറിനകത്തുള്ള എഴുതി കൈപ്പടയിൽ എഴുതി പള്ളിന്ന് കിട്ടിയത്. ഇത് ആർക്കാ വയ്യാത്ത, ഇത് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് അന്നേരം പുള്ളി എടുത്ത് റിജക്ട് ചെയ്തു. ഫ്ലൈറ്റിനകത്ത് ഒരു ഡോക്ടറെ അറേഞ്ച് ചെയ്യുന്നു, ഹോസ്പിറ്റലിനകത്ത് വേറെ ഡോക്ടറെ അറേഞ്ച് ചെയ്യുന്നു, എംബസിയിൽ ഒരാളെ അറേഞ്ച് ചെയ്യുന്നു. സഹിച്ചാനെ ഡിസ്ചാർജ് ആക്കുന്നതിന് തലേദിവസം മറ്റേ ഡോക്ടർ പോയി. ഈ മോനെയും ഒരാഴ്ചത്തേക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തിക്കോ. ദൈവത്തിന്റെ ആ പ്രവൃത്തി. എൻ്റെ ചുറ്റുവട്ടത്തും നോക്കിയപ്പം എൻ്റെ അത്ര ആരും നോയമ്പെടുക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ആർക്കും ഒരിതില്ല. അപ്പം ഞാൻ തന്നെ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇപ്പം പോയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതൊന്നും അല്ലാതൊക്കെ നടക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഓർത്തോ ഇനി എൻ്റെ കഥാപാത്രം എനിക്കറിയാം. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനുള്ളത് അടൂർ ഏഴംകുളം ആനാംകോട്ട് സജിച്ചായനും വൈഫ് ഷേർലി ആൻറ്റി. അവരുടെ ജീവിതത്തിൽ ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. ആ കഥ നമ്മളോട് പറയുവാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനം നമ്മൾ അനുഭവിക്കുന്ന പ്രത്യേകമായ ചില സന്ദർഭങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. സൈച്ചാൻ്റെയും ആൻറ്റിയുടെയും ജീവിതത്തിലുണ്ടായ വലിയ അത്ഭുതകരമായ ദൈവിക ഇടപെടലിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം അവരെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയും. പ്രധാനമായിട്ടും ഇത് അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരനുഭവം. ഇവർ വിവാഹം കഴിച്ചിട്ട് 50 വർഷമാവുകയാണ്. 50 വർഷമായി. അപ്പോൾ 50 വർഷമായതിനോടനുബന്ധിച്ച് അവർ ഒരു യാത്ര നടത്തി. ചൈനയിലേക്കാണ് ഒരു ടീമിനോടൊപ്പം യാത്ര ചെയ്തത്. ആ യാത്രക്കിടയിൽ അവർ നേരിടേണ്ടി വന്ന വലിയ പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ചത്. ആ കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വാഗതം ചെയ്യാം പ്രിയ സൈച്ചാനെയും പ്രിയ ഷേർലി ആൻറ്റിയും. ഓക്കെ. 50 വർഷമായി അല്ലേ കുടുംബജീവിതം? 50 വർഷമായി. ഉയർച്ചകള്, താഴ്ചകള്, വേദന, കഷ്ടത, പ്രയാസം ഒക്കെ അനുഭവിച്ചില്ലേ? കണ്ണുനീരിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങളുണ്ട്. ഓക്കെ. അപ്പം 50ാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചു. ചൈനയിലേക്ക് യാത്ര പോയി. ചൈനയിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് അല്ലേ? ഈ ചൈന തിരഞ്ഞെടുക്കാൻ എന്നാ കാരണം? ഒരുമാതിരി സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പോകാത്തൊരു സ്ഥലം എന്നുള്ള നിലയിൽ തന്നെയല്ല ഇപ്പൊ ധാരാളം ആളുകൾ ചൈനയിലേക്ക് പോകുന്നു. നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ടായിരുന്നു? 32 പേരുണ്ടായിരുന്നു. എത്ര ദിവസത്തെ യാത്രയായിരുന്നു? 10 ദിവസം അടങ്ങുന്ന 10 ദിവസത്തെ യാത്ര. ഓക്കെ. യാത്ര തുടങ്ങുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര. എന്നായിരുന്നു ഇത്? ഏപ്രിൽ 2 കഴിഞ്ഞ മാസം ഏപ്രിൽ 2. ഓക്കെ. ഈ യാത്ര നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തു, വളരെ ആഗ്രഹത്തോടെ പോയത്. ചൈന എങ്ങനെയുണ്ട്? ചൈന ബ്യൂട്ടിഫുൾ, ഗംഭീരമായ സ്ഥലം അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇത്രയും മനോഹരമായ ഒരു രാജ്യം.
കാരണം അതുപോലെ നീറ്റായിട്ടും എന്തോ ഡെവലപ്മെന്റ്സ് ഭയങ്കര. അല്ല ഭയങ്കര നമ്മള് ഈ അമേരിക്കയിലൊക്കെ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അമേരിക്കൻ സിറ്റികളെ കുറിച്ചൊക്കെ പലതും പറയുന്നുണ്ടെങ്കിലും ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ചൈനയെക്കുറിച്ചുള്ള വലിയ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഭയങ്കര പക്ഷെ ഭയങ്കര സ്ട്രീറ്റും 40-50 നില കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറുതായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല. എത്ര മൈൽ യാത്ര ചെയ്താലും ഇത് തന്നെ ഗംഭീരമായ കൺസ്ട്രക്ഷൻസ് ഭയങ്കര. ഓരോ ദിവസവും കൂടി പോകും. ഈ യാത്രക്കിടയിലാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായത്. എന്തുവാ ശരിക്കും സംഭവിച്ചത്? എത്രാമത്തെ ദിവസം? 6ാമത്തെ ദിവസം ഷാങ്ഹായിൽ ഞങ്ങൾ ആദ്യം ഇറങ്ങുന്നു. അവിടുത്തെ എല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ബുള്ളറ്റ് ട്രെയിനിൽ 5.5 മണിക്കൂർ എടുത്തിട്ട് ബീജിങ്ങിലേക്ക് പോയി. ബീജിങ്ങിലും പോയി അവിടുന്ന് കംപ്ലീറ്റ് ബീജിങ് എല്ലാം കണ്ടു റെഡിയായിട്ട് പിറ്റേന്ന് രാവിലെ വെളുപ്പിനെ 6 മണിക്ക് ഹോങ്കോങ്ങിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഞങ്ങളെ കൊണ്ടുവന്ന് 7 മണിയായപ്പോൾ ഹോട്ടലിൽ കൊണ്ടുവിട്ടു. ഹോട്ടലിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞ് എല്ലാവരും അവരുടെ റൂമിലും പോയി പിറ്റേന്ന് വെളുപ്പിനെ പോകേണ്ടതല്ലേ. അതെ. ഞാനൊരു 7:30 ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു ചെറിയ ശ്വാസമുട്ടൽ തുടങ്ങി. നേരത്തെ ശ്വാസമുട്ടലുണ്ടോ? ഇല്ല. ആദ്യമായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ശ്വാസമുട്ടൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ഉടുപ്പൊന്നും ഊരാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ കിടക്കാനും പറ്റുന്നില്ല. പല ഇതൊക്കെ അതങ്ങ് ഡെവലപ്പ് ചെയ്ത് അതങ്ങ് ഭയങ്കര അക്യൂട്ടായിട്ടങ്ങ് ശ്വാസം മുട്ടും. പിന്നെ നമ്മൾ പറയത്തില്ലേ ക്യാപിറ്റൽ ലെറ്റർ C പോലെ ഞാൻ ഇങ്ങനെ അങ്ങ് വളഞ്ഞ് ശ്വാസം പിടിക്കുക. എനിക്ക് ഒട്ടും ശ്വാസം കിട്ടത്തില്ല. അത്ര വല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പേടിച്ച് ഓടിച്ചെന്ന് പുറത്തിറങ്ങി ബാക്കിയുള്ള കഥകളെല്ലാം മുട്ടി. എവിടെയൊക്കെ ആരൊക്കെ താമസിക്കാറിയത്തില്ല എല്ലാം മുട്ടിയിട്ട് അപ്പോഴേ കുറച്ച് പേര് ഇറങ്ങി വന്നു. എല്ലാവരും കൂടെ വന്ന് റൂമിലേക്ക് വന്നു. ഭയങ്കര വലിയ ഹോട്ടലാണ്. ഭയങ്കര ഹോട്ടൽ. എല്ലാ ഫോറിനേഴ്സ് എല്ലാം ഉണ്ട് പല റൂമിലും. നമുക്ക് അറിയത്തില്ല ആരൊക്കെ എവിടെ വന്നു. ഇതിനകത്തൊരു വലിയ ദൈവാധീനം തുടങ്ങുന്നത് ഞങ്ങളുടെ ഫ്ലൈറ്റിൽ സൗദി അറേബ്യയിലെ ഒരു ഫിസിഷ്യൻ ഡോക്ടർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈ യാത്രയിൽ തന്നെ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞു. അതൊക്കെ ദൈവം ക്രമീകരിച്ചു തരുമായിരുന്നു. ഭയങ്കര അതിശയമായി. പുള്ളി ഫിസിഷ്യൻ, ജനറൽ ഫിസിഷ്യൻ. അപ്പം പുള്ളിയായിട്ട് ഞങ്ങൾ വലിയ കമ്പനിയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പ്ലെയിൻ്റെ അകത്തും ബസ്സിനകത്തും എല്ലാം ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് എല്ലാവരെയും എൻ്റർടൈൻ ചെയ്ത് ഇങ്ങനെ പോയില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയി. ഇത് കഴിഞ്ഞ് വെച്ച് എനിക്കിങ്ങനെ ഒരു അസുഖം വന്നപ്പോഴത്തേക്ക് അവൾ ഓടിച്ചെന്ന് എല്ലായിടത്തും തട്ടി എല്ലാവരും എഴുന്നേപ്പിച്ചു. ഇവരെല്ലാം വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കും, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഉടനെ ഈ ഡോക്ടർ വന്നിച്ച് പറഞ്ഞു എത്രയും വേഗം ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം നമുക്ക് ഹോട്ടലിൽ. പുള്ളിക്ക് കണ്ടുടനെ മനസ്സിലായി. കാരണം ഓക്സിജൻ ലെവൽ താഴാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ ഡോക്ടർ ഉണ്ടായിരുന്നു. ദൈവം ആ ഡോക്ടറെ കരുതി. ഭയങ്കരമായിട്ട് പേടിച്ചു പോയില്ലേ? പറയുമ്പോഴത്തേക്ക് എൻ്റെ സീരിയസ്നെസ് അവള് പറയും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റത്തില്ല. ഉടനെ വീൽ ചെയർ കൊണ്ടുവന്നു, ടാക്സി വന്നു. ഞാൻ ഇങ്ങനെ ഇരുന്ന് വലിച്ചുകൊണ്ടാണ് ആശുപത്രി പോകുന്നത്. അവിടെ ചെന്ന് വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി അവിടെ ഫസ്റ്റ് എയ്ഡ് എല്ലാം തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എന്നെ ട്രീറ്റ് ചെയ്യാൻ വന്ന ഡോക്ടറും ഈ ഡോക്ടർ ബാലചന്ദ്രനും കൂടെ കമ്പനിയായി. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ ഡോക്ടർ പറഞ്ഞു ഞാൻ സൗദിയിലേക്ക് വരാനിരിക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഒന്നുകൂടെ ക്ലോസ് ആയി. പുള്ളി പക്ഷേ ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ആ പുള്ളിക്ക് മാത്രം. ആ രാജ്യത്തുള്ള കുഴപ്പം ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. നമ്മൾ ചൈനയുടെ ഒരു വലിയ പ്രശ്നം, ഒറ്റ മനുഷ്യർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഒരു ഭാഷയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ABCD അറിയത്തില്ല. ഇയാളൊരു യൂറോപ്യൻ ഡോക്ടറാണ്. അതുകൊണ്ട് അവർ നമ്മൾ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞപ്പം പുള്ളി ഈ ഡോക്ടർ പറഞ്ഞു കൊടുത്ത് ഇന്നപോലെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് എയ്ഡൊക്കെ തന്ന് 1.5 മണിക്കൂർ അവിടെ കിടത്തി. അപ്പോഴത്തേക്ക് ഒരു നോർമൽ അങ്ങനല്ല, നോർമലല്ല. ആ ഡോക്ടർ നോക്കി എന്നിട്ട് എന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. കാരണം ഒരാളുടെ ഹാർട്ടിൻ്റെ പമ്പിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് 50 വേണ്ടേ. സഹിച്ചാൻ 26 ആയി. താണ് പോയിട്ട് ഓക്സിജൻ ലെവൽ എല്ലാം പോയി. ആ ഹാർട്ട് ഫെയിലിയറിന്റെ തന്നെ സംഭവിച്ചത്. പക്ഷെ ഫെയിലിയർ അങ്ങ് ആകുന്നതിന് മുമ്പ് ടൈമിങ് കറക്റ്റ് ആയിരുന്നു. ഈ ഡോക്ടർ ഇടപെട്ടു. ദൈവമാ ഇടപെട്ടെ ഡോക്ടറെ കൂടെ. പക്ഷെ പടപടയെന്ന് കാര്യങ്ങൾ നീക്കിയിട്ട് കറക്റ്റ് ടൈമിലാണ് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് എയ്ഡ് കറക്റ്റായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പറ്റത്തില്ല, ഇവിടെ ഒരു ദിവസത്തേക്ക് 7 ലക്ഷം രൂപയാണ് റെന്റ്. ഇന്ത്യൻ റുപ്പീസ് 7 ലക്ഷം ഒരു ദിവസത്തേക്ക്.
ഞങ്ങളെ 1.5 മണിക്കൂർ നോക്കിയതിന് 2 ലക്ഷം രൂപ ചാർജ് ചെയ്തു. അങ്ങനല്ല, പക്ഷെ അതിന് ദൈവം അവിടെ കൊണ്ട് എത്തിച്ചതിനും അർത്ഥമുണ്ട്. കാരണം മറ്റേ വേറെ ഹോസ്പിറ്റലാണെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കയറാനൊക്കത്തില്ല, ഡോക്ടറെ കണ്ടെടുത്ത് അങ്ങനെയൊക്കെ കാഷ്വാലിറ്റി കയറാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതായിരുന്നുകൊണ്ട് എമർജൻസി പെട്ടെന്ന് കയറി പെട്ടെന്ന് അതിന്റെ എല്ലാ ക്രമീകരണവും ചെയ്തു. ഈ ഡോക്ടർ ഇത് പറഞ്ഞേച്ച് ഈ അതേ ഹോസ്പിറ്റലിലെ ആംബുലൻസും എല്ലാവരെയും അസിസ്റ്റൻസും തന്ന് ഞങ്ങളെ ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് അങ്ങ് മാറ്റി. അവിടെ അപ്പോൾ ഇവിടെ ഹാർട്ടിൻ്റെ ഇവിടെ ഇപ്പോൾ 2.5 ലക്ഷം രൂപ കൊടുക്കാൻ അവിടുന്ന് ഇറങ്ങാനോ അന്നേരമാണ് ഈ സൗദിയിലെ കൂടെയുള്ള ഡോക്ടർ പുള്ളിയുടെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് പുള്ളി ഉടനെ പേ ചെയ്തു. അങ്ങനല്ല, അപ്പൊ ഇവിടുന്ന് പിള്ളേരെല്ലാം നോക്കുക, അമേരിക്കയിൽ നിന്നും ഞങ്ങളുടെ പിള്ളേരെല്ലാം. അപ്പൊ ഈ പെട്ടെന്ന് ചൈനയിലോട്ട് വിടാൻ പറ്റുന്നില്ല. അവരും ആകെ വിഷമിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴ് ഈ ഡോക്ടർ പറഞ്ഞ് വിഷമിക്കണ്ട. ഈ ഡോക്ടറെ ദൈവം ഇങ്ങനെ ഒരിക്കലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്തിയേക്കുമായിരുന്നു. ആ ഹോസ്പിറ്റലും പുള്ളി ഉണ്ടായിരുന്നോണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ചെറിയ മെസ്സേജ് ഇങ്ങനെ ഈ അബുദാബി ഗ്രൂപ്പിലൊക്കെ കൊടുക്കും. ഒരു 10-70 പേരൊക്കെ കയറുന്നൊരു ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിലെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, ഞങ്ങളുടെ ഇതിനകത്തുനിന്നും 2 കൂട്ടരുണ്ട് വരാൻ ഈ കൂട്ടത്തിലും. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആ സാലി എന്നും പറഞ്ഞ 2 പേരുണ്ടായിരുന്നു. സൂസനും സാലി ഉണ്ടായിരുന്നു. സാലി കേട്ടോണ്ടേ, പുള്ളി ഇൻസുലിനൊക്കെ എടുക്കുന്ന ആളാണ്, കേട്ടോണ്ടേ പറഞ്ഞു ഞാൻ പോവാ, അയ്യോ ഷേളി തന്നെയുള്ളത് ചാടി എൻ്റെ കൂടെ. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനൊക്കത്തില്ല. ദൈവം ബലം തന്ന് നിർത്തിയേക്കൊണ്ടില്ല, എന്തോ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. ഇങ്ങനെ എന്നെ സൈജാനെ തൊട്ട് ഇങ്ങനെ ഞങ്ങൾ 2 കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് പുള്ളിക്കാരി ഫുൾ ടൈം പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. അതൊരു വലിയ ബലമായിരുന്നു. കർത്താവ് കരുതിയതാണ്. അത് കഴിഞ്ഞിട്ട് ആ പേയ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പേയ്മെന്റ് കൊടുത്തു. ഞങ്ങളൊന്നും അറിയുന്നില്ല. ആദ്യമായിട്ട് പരിചയപ്പെടുക. ഡോക്ടറിന് നാളെ കൊടുക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. ഉടനെ അത്ര ദൈവം ഇനി അങ്ങോട്ട് അതിശയമാണ്. അത് കഴിഞ്ഞ് വെച്ച് ഡോക്ടർ ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് എന്നെ ICUവിൽ കയറ്റുന്നു. ഇവരെല്ലാം പിറ്റേന്ന് 6 മണിക്കുള്ള ഫ്ലൈറ്റിന് അപ്പോഴത്തേക്ക് 4 മണിയായി, 5 മണിയായി. 4 മണിയായി. ഇവർക്ക് തിരിച്ച് 5 മണിക്ക് അവിടെ നിന്ന് പോകണം എയർപോർട്ടിൽ. തിരിച്ച് ഈ ടീമിന് എല്ലാം പോകണം. ഞങ്ങൾ ഗ്രൂപ്പ് വിസയിലല്ലേ വരുന്നത്. അപ്പൊ ഈ ടീമിലും 29 പേരും അങ്ങ് പോയി. അല്ല, ഈ ടീമിൽ അവർക്ക് പോണം. 4 മണി വരെ അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുക. അവർക്ക് പോകേണ്ടതുകൊണ്ട് അവർക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു, അതിന് മുമ്പ് എന്നോട് പറഞ്ഞു 2 പേര് ഇവിടെ നിൽക്കുക, ഷേളിയാൻ്റെ എളുപ്പം വരാൻ പറഞ്ഞു. അവരെന്നെ കാറേ കയറ്റി ഹോട്ടലിൽ കൊണ്ടുപോയി. എൻ്റെ ലഗേജ് എല്ലാം കൂടെ അവർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ചെറിയ 2 ബോക്സിൽ നിങ്ങൾക്കുള്ള എടുത്തോളാം പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണോ കൈ കിട്ടിയ കുറച്ച് വാരി ഇട്ട് ബാക്കി അവരുടെ എല്ലാം കൊടുത്തു വിട്ടില്ല. ഈ 2 ലഗേജും കൊണ്ട് തിരിച്ച് അവർ എന്നെ ഇവിടെ ആക്കി. അവർക്ക് അത്രേ പറ്റത്തുള്ളൂ. അതിനകത്തെ ഗൈഡൊക്കെ ആണെങ്കിലും ഭയങ്കര ഞങ്ങൾക്ക് ഹെൽപ്പായിരുന്നു. എല്ലാവരും പ്രാർത്ഥനയിലാണേലും എല്ലാവരും. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പോവുക. കണ്ടിന്യൂ ചെയ്തേ ഒക്കത്തുള്ളൂ. ഗ്രൂപ്പല്ലേ, ഗ്രൂപ്പ് വിസ അല്ലേ. അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടുന്ന് അവർ പോവുക. അപ്പം വേറൊരു അവിടുത്തെ ഒരു ഗൈഡുണ്ട്, ലോക്കൽ ഗൈഡ്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ടാക്സി ഇപ്പോൾ വരും, കയറിപ്പോക്കോ. അവിടെ അതിനകത്ത് താമസിപ്പിക്കത്തില്ല. അവര് പോയി ഹോട്ടലിൽ പോയി ഹോസ്പിറ്റലിനകത്ത് താമസിപ്പിക്കത്തില്ല, എന്നെ താമസിപ്പിക്കത്തില്ല. വെളിയിൽ എവിടെയെങ്കിലും ഹോട്ടലിൽ ICU കയറ്റി കിടക്കുക. ഓക്കെ. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അവിടെ അങ്കിള് ICUലായി, ആന്റി പുറത്തായി. മനസ്സിലായി. കാഷ്വാലിറ്റി എമർജൻസി ഇതിന്റെ മുമ്പില് ഒട്ടും തണുപ്പ്, ഭയങ്കര തണുപ്പ് കാലാവസ്ഥ. അയ്യോ തണുത്ത് കോച്ചുന്നത്. നമുക്ക് റൂമില്ല, 2 ബോക്സും സാധനവും നമ്മുടെ കയ്യിലുണ്ട്, പൈസ ഇങ്ങനെ ബാഗുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു അതൊക്കെ പോട്ടെ, ഇംഗ്ലീഷ് പറഞ്ഞ ഒരു മനുഷ്യൻ ഈ സഹിച്ച അകത്ത് കിടക്കുന്ന ആൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ നമുക്ക് ആരും ഇല്ല. ഞാൻ അവിടെ കൊട്ടി ചോദിക്കും എങ്ങനെയുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല, അവര് പൊക്കോളാൻ പറയും. നമ്മളവിടെ നിന്ന് വിഷമിച്ചത് ദൈവത്തെ. ഇത് എത്ര സമയം അങ്ങനെ നിൽക്കേണ്ടി വന്നു? 2-3 മണിക്കൂർ. 3 അല്ല, രാത്രി വരെ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. രാത്രിയായി. 7 മണി രാവിലെ ആയി കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ നിന്നു. കാരണം എനിക്ക് സഹിച്ചാൻ എന്തോന്ന് അറിയാൻ വയ്യാണ്ട് എനിക്ക് പോകാൻ പറ്റുമോ. അന്നേരം ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഗൈഡ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അപ്പം
വേറെ അവിടുത്തെ ചൈനീസ് ഒരു ഗൈഡ്, പുള്ളിക്കാരി അപ്പോൾ പറഞ്ഞു ആ ഹോട്ടൽ നല്ലതാണ്, അവിടെ വേണേപ്പാൻ. അപ്പം എന്നെ വിളിച്ച് അവിടെ വരെ കൊണ്ടുപോയി ഏതോ ഭാഷ പറഞ്ഞു, എന്നിട്ട് തിരിച്ചിങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് എല്ലാവരും അങ്ങ് പോയി. ഹോട്ടൽ റൂം എടുത്തോ? അല്ല, എല്ലാവരും അങ്ങ് പോയി. അത്രയും പറഞ്ഞെല്ലാം വന്നിച്ച് പുള്ളിക്കാരിയും പോയി. പുള്ളിക്കാരിക്ക് അടുത്ത സെക്ഷൻ്റെ കൂടെ പോകണം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാനും മനസ്സില്ല. അങ്ങനെ എന്നാൽ രാവിലെ പല്ല് തേക്കണം, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റിൽ അതിനകത്തൊരു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു കൊച്ചു പെണ്ണുണ്ടായിരുന്നു, ഡോക്ടർ കൊച്ച്. ആ ഡോക്ടർ ഇറങ്ങി വന്ന് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഒരു നിവൃത്തിയില്ല, എങ്ങനെ ഉണ്ട് പറഞ്ഞു. കുഴപ്പമില്ല, റെസ്റ്റ് ചെയ്യുവാണ്, പേടിക്കണ്ട, അതിനുള്ള മെഡിസിൻസ് കയറുന്നുണ്ട്, ധൈര്യമായിട്ട് ഇവിടെ റൂം കിട്ടത്തില്ല, അപ്പോൾ ഹോട്ടലിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നെ ഒരു കുഴപ്പമില്ല. അപ്പം 3 റോഡ് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്ത് ഹോട്ടലിലോട്ട് പോകാൻ. നല്ല തണുപ്പും പുറത്ത്. ഈ പെട്ടിയും ഭാണ്ഡവും ഒക്കെ ആയിട്ട് അവിടെ പോയി. അവിടെ ചെന്ന് അന്നേരം നേരത്തെ ഇരുന്നവരല്ല പിന്നെ ഇരിക്കുന്നത്. അപ്പം അവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എനിക്ക് റൂം വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത് മനസ്സിൽ മുഴുവൻ വെപ്രാളവ്. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് റൂം വേണം എന്ന് പറഞ്ഞു. ഈ ഇടയ്ക്ക് ചോദിക്കട്ടെ, നമുക്ക് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒന്നും ഉപയോഗിക്കാൻ അതിലും ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഗൂഗിൾ കിട്ടത്തില്ല. അല്ല, ഗൂഗിളിന്റെ അല്ല, എൻ്റെ ഫോണിന് അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ച ഫോണാണ്. ഈ ചൈനയെ വന്ന് ഇത് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒരു തരത്തിൽ ഇത് കണക്ഷൻ ആവുന്നില്ല. അപ്പൊ എനിക്ക് ഫോണില്ല. സൈജാന്റെ ഫോൺ ബിസിനസ്സിൽ ആവശ്യമായതുകൊണ്ട് അതിനകത്ത് നാട്ടിൽ വെച്ചേക്കുക. മറ്റുള്ളവരുടെ ഫോണിലായിരുന്നു ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഇത് പറഞ്ഞപ്പം ആ ഗൈഡ് കൊച്ച് എനിക്ക് പെട്ടെന്ന് അവിടുത്തെ ഒരു ലോക്കൽ കണക്ഷൻ, അവിടുത്തെ മീൻസ് വാട്സാപ്പ് കിട്ടുന്ന ഒരു കണക്ഷൻ എടുത്തു. ഈ ട്രാൻസ്ലേറ്റർ ഇതേ ഇടണേ, എനിക്ക് പേടി, ഇതങ്ങ് പോയാൽ പിന്നെ തീർന്നു, എനിക്ക് ആരുമായിട്ട് ബന്ധപ്പെടാനൊക്കത്തില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ ആകെ പേടിച്ചപ്പം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ഒരു കൊച്ചിറങ്ങി വന്നിട്ട് ഇതിനകത്ത് ഈ സാധനം ട്രാൻസ്ലേറ്റർ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പറയുന്നതെല്ലാം അത് ഇംഗ്ലീഷിലാണ്. ഞാൻ പറഞ്ഞു എനിക്ക് റൂം വേണം, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ സുഖമില്ല കിടക്കുക, എനിക്ക് ആരുമില്ല, അതുകൊണ്ട് എനിക്ക് ഹെൽപ്പ് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ റൂമിൻ്റെ താരിഫൊക്കെ കാണിക്കുമ്പോൾ എല്ലാം ചൈനീസിലാണ്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്തുവാണ്. അന്ന് ഈ കൊച്ചിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് റൂം എടുത്തു. ഞാൻ ഈ റൂമിൽ പോകുമ്പോഴും വെപ്രാളം, ഇത് സേഫ് ആണ്. ഈ റൂമിൽ പോകാനൊക്കെയുള്ള പണം ഉണ്ടോ കയ്യിൽ? ഒന്നുമില്ല. കുറച്ചുണ്ട്, വളരെ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ അന്നേരം ഉണ്ട്. കാരണം ഞങ്ങൾ ഹോങ്കോങ്, പക്ഷെ ഹോങ്കോങ്ങിലെ പൈസ പിന്നെ ഇരിക്കുന്നേ. ഹോങ്കോങ്ങിലെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇവര് വാങ്ങിക്കത്തില്ല. അന്നേരം ഇന്റർനാഷണൽ ഒരു കാർഡ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യില്, ക്രെഡിറ്റ് കാർഡ്. അപ്പൊ അത് കൊണ്ട് ഇട്ടപ്പം കുറച്ച് പൈസ കിട്ടി. അത് എല്ലായിടും അവര് എടുക്കത്തുമില്ല, കാർഡ് എടുക്കത്തില്ല, ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒരിടത്ത് ഇട്ടപ്പം കുറെ പൈസ കിട്ടി, അത് എടുത്ത് എൻ്റെ കയ്യിൽ അത്രയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഇതിങ്ങനെ എടുത്ത് റൂം എടുത്തു. നാളെ എന്തുവാ, അടുത്ത നിമിഷം എന്തോ, ഒന്നും അറിയത്തില്ലയോ. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ആർക്കും പറഞ്ഞാൽ മനസ്സിലായി. അന്നേരമാണ് ഈ കണക്ഷൻ കിട്ടിയത്. പിള്ളേരും ആകെ വിഷമിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ഫോണിൽ വിളിച്ചു, ഡോക്ടറിന്റെ ഫോണിലും ഗൈഡിന്റെ ഫോണിലും വിളിച്ചു, ഇങ്ങനെ സുഖമില്ലാതെ അഡ്മിറ്റായി. പിള്ളേർ വിഷമിക്കുമോ, എന്നെ ഒട്ട് കിട്ടുന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴേ കിട്ടി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഈ ഇത്രയും സംഭവം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് നേരെ അമേരിക്കയിൽ എൻ്റെ മരുമോനെയും മോളെയും വിളിച്ചു. അപ്പം പറഞ്ഞു, അമ്മ ഇവിടുത്തെ ഒരു ഡോക്ടർ ചൈനയിലേക്ക് വന്നിട്ടുണ്ട് ഒരു കോൺഫറൻസിന്, ഞാനൊന്ന് വിളിച്ചു. അവന് അവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടറാണ്, അമേരിക്കയിലെ മെഡിക്കൽ കോളേജിലെ ഡയറക്ടർ. മോന്റെ പേര് നവീൻ ഡാനിയൽ, റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറാണ്. അപ്പോൾ അവൻ ഉടനെ ഇവിടുന്ന് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്, ഞാനൊന്ന് കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ അവിടുന്ന് ഒരു ഡോക്ടർ ചൈനയിൽ വന്നു. അല്ല, ചൈനക്കാരി ഒരു ഡോക്ടർ തന്നെ. അപ്പം അവിടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ട്, കോൺഫറൻസിന് പോയിട്ടുണ്ട്, ഒരാഴ്ചത്തേക്കാണ് പോയെന്ന്. അപ്പോൾ ആ തിരക്കിയപ്പം ചൈനയിലുണ്ട്, പക്ഷെ ചൈനയിൽ എവിടെയൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ അവൻ പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്തപ്പം എവിടെ എന്താന്ന് വെച്ച് പറഞ്ഞ് ബെയ്ജിങ്ങിലാന്ന് പറഞ്ഞു. അപ്പോൾ ബെയ്ജിങ്ങിൽ ഏത് ഹോസ്പിറ്റലാണ്? ഇന്ന ഹോസ്പിറ്റൽ. പുള്ളി പറയാം ഞാനും അവിടെ ഉണ്ട് ഒരാഴ്ചത്തേക്ക്. അതായത് ആ ഡോക്ടർ ഈ ഹോസ്പിറ്റലുണ്ട് ഒരാഴ്ചത്തേക്ക് ഒരു കോൺഫറൻസിൽ വന്നു അറേഞ്ച് ചെയ്യുന്നത്. അതൊരു വലിയ അത്ഭുതമായിരുന്നു. നമ്മള് ബീജിംഗിൽ എത്തുന്നതിന് മുമ്പേ ദൈവം ഒരാളെ അമേരിക്കയിൽ നിന്ന് അവിടെ ആക്കി വെച്ചു. തലേ ദിവസം അവിടെ ആക്കി വെച്ചേക്കുവാ. വണ്ടർഫുൾ.
അത് കഴിഞ്ഞിട്ട് എന്നെ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ തലേന്ന് പുള്ളിക്കാരൻ തിരിച്ച് അമേരിക്കയ്ക്കും പോയി. അല്ല, പുള്ളിക്കാരി അവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ദൈവദൂതനെ പോലെ ദൈവം അയച്ചത്. അവിടെ വന്നു കഴിഞ്ഞപ്പം ഹ്യൂമൻ റിസോഴ്സസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ഇവർ നമ്മളെ കൊണ്ടുവന്ന് അവർ തന്നെ വിളിച്ച് ഹ്യൂമൻ റിസോഴ്സസിൽ പറഞ്ഞു വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമെന്ന്. അവർക്ക് അത്രേ പറ്റത്തുള്ളൂ. അവരൊട്ട് വരുന്നുമില്ല, എനിക്ക് നമ്പറില്ല അവരുടെ, അപ്പം വരുന്നില്ല. ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് ഇങ്ങനെ വിളിച്ചു, പക്ഷേ വന്നില്ല, എനിക്കൊരു ഹെൽപ്പ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാർ പറഞ്ഞ് വെയിറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ പുള്ളിക്കാരി നേരെ സോമൻസി വിളിച്ച് ആ നമ്പർ എടുത്തു. ഞങ്ങൾ എടുത്തു കഴിഞ്ഞ് അവിടോട്ട് അവരെ വിളിച്ചിട്ട്, ഈ പുള്ളിക്കാരി ചൈനക്കാരിയല്ലേ, പുള്ളിക്കാരി അവരെ എടുത്തിട്ടങ്ങ് വഴക്ക് പറഞ്ഞു, ഇന്ന് നിൻ്റെ ലൈസൻസ് കട്ട് ചെയ്യും. ഒരു സ്ത്രീ ഇങ്ങനെ നടു റോഡിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയാണോ കാണിക്കുന്നത്, അതുകൊണ്ട് വേഗം എന്തോന്ന് ഹെൽപ്പ് ചെയ്തില്ല, ഞാനിപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അവർ മേടിച്ചു പോയി. ആ നിമിഷം അവരവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു എന്നും വന്ന പുള്ളിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും. ഇംഗ്ലീഷ് അറിയാവുന്നതിനെ ഞങ്ങൾക്ക് ഹയർ ചെയ്തു, വാടകയ്ക്ക് തന്നു. ഓ അത് ശരി. ആ മനുഷ്യൻ, ആ ഡോക്ടർ ഉണ്ടായിരുന്നു. ഈ ചൈനക്കാരി ഡോക്ടർ അമേരിക്കയിൽ നിന്ന് വന്നതുകൊണ്ട് അത് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വിസ ഇല്ല. അല്ല, എന്നെ പിന്നെ അകത്ത് കയറ്റി സൈജാനെ കാണിക്കാൻ തുടങ്ങി. കുറച്ചു നേരം എന്നെ അവിടെ ഇരുത്തും. അതൊക്കെ ആരെയും അകത്തോട്ട് കയറ്റത്തില്ല, പക്ഷെ എനിക്ക് ദൈവം അതിനുള്ള. അപ്പം എനിക്കും സമാധാനമുണ്ട്. സൈജാന്റെ പൊസിഷൻ എനിക്കറിയാം. മറ്റേ നമ്മൾ വെളിയിൽ നിന്നൊന്നും അറിയാൻ വയ്യാത്ത ഇതല്ലേ. അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു നമ്മളിപ്പോൾ അതിലേ നടന്നാൽ വിസ ഇല്ലാതെ നടന്നാൽ നമ്മളെ പിടിക്കാം. വിസ കാലാവധി, അതായത് നിങ്ങളുടേത് ഗ്രൂപ്പ് വിസയായിരുന്നു. ഗ്രൂപ്പ് വിസയാ. അപ്പൊ അവരങ്ങ് പോയി. അവര് പോയി. പിന്നെ നിങ്ങൾക്ക് വിസ ഇല്ല. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും വിസ ഇല്ലാതെ ചൈനയിൽ നിൽക്കുന്നത്. അത് വലിയ സൈജാനകത്താ, ഞാനല്ലേ പുറത്ത് നിൽക്കുന്നത്. പുറത്ത് അത് ചെക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടോ പറയാൻ പറ്റത്തില്ല. പിടിച്ച അവർ സ്പൈ വർക്ക് ആണെന്നും പറഞ്ഞ് നമ്മളെ ചിലപ്പം പിടിച്ചോണ്ട് പോയാൽ എവിടെ കൊണ്ടുവന്ന് നമുക്ക് പറയാനൊക്കെ. ആരെങ്കിലും ഉണ്ടോ നമ്മളെ തിരക്കാർ. അത് കഴിഞ്ഞിട്ട് ഇവള് വിസ എടുക്കാനായിട്ട് ഉള്ള രീതിയിൽ ഈ പുള്ളിയും കൊണ്ട് ചൈനീസ് എംബസി ഈ അല്ല ഈ ഇംഗ്ലീഷ് പുള്ളിയുടെ കൂടെ വെളുപ്പിന് ചാങ് എന്നാ പുള്ളിയുടെ പേര്. പുള്ളി പക്ഷെ നല്ല മനുഷ്യനാ, നല്ലൊരു മനുഷ്യനാ. കാരണം ഈ ഡോക്ടർ പുള്ളിയെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര പേടിയായിപ്പോയി. അപ്പോൾ ഈ ഡോക്ടർ വല്ലതും ചെയ്താൽ അത് പ്രശ്നമല്ലേ. അപ്പോൾ പുള്ളി വളരെ നമ്മുടെ അടുത്ത് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ പുള്ളിയെ വിളിക്കും, പോയോ തിരക്കിയോ കണ്ടോ, അതൊക്കെ ദൈവമായിട്ട് ക്രമീകരിച്ച്. അപ്പോൾ പുള്ളി വന്നു. അപ്പോൾ പറഞ്ഞു വിസ ഇനി അടിക്കണം. വിസ അടിക്കണമെങ്കിൽ അവിടുന്ന് 70 കിലോമീറ്റർ പോകണം, നമുക്ക് അപ്പുറത്ത് എംബസി പോകണം, ചെല്ലണം. അതിനു മുമ്പ് അവരുടെ ഒരു ഓഫീസുണ്ട്, അവിടെ പോയി പേപ്പർ വർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. രാവിലെ ഞാൻ 7 മണിയാകുമ്പോൾ അവിടെ വരുമെന്ന് പറഞ്ഞു എന്നോട്. സത്യം ഉള്ളി പറഞ്ഞ എനിക്ക് പ്രായമുണ്ട്, പക്ഷെ നമുക്കൊരു മനുഷ്യൻ വന്ന് രാവിലെ ഇത്രയും ദൂരം അറിയാത്ത പോവുക. അപ്പം ഞാൻ ഈ ഡോക്ടറെ വിളിച്ച് ഞാൻ ഇങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോൾ ഒന്നും പേടിക്കണ്ട. പുള്ളിക്കാരി അവരെ വിളിച്ച്, എൻ്റെ മരുമോനും വിളിച്ച്, അമേരിക്കയിൽ നിന്ന് വിളിച്ച്. മരുമോൻ എപ്പോഴും അവനുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. പേടിക്കണ്ട, പൊക്കോ അവിടെ പേടിക്കാം പുള്ളി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ചൈനയിൽ പേടിക്കണ്ട, അങ്ങനത്തെ ഒരു സംഭവം നടക്കത്തില്ല, കാരണം അവിടെ അത് വലിയ പ്രശ്നമാണ് പിടിച്ചാൽ, അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയി അവിടെ ചെന്ന് ആദ്യത്തെ ഓഫീസിൽ കയറി അതെല്ലാം പേപ്പർ വർക്ക് ചെയ്ത് മറ്റേടത്ത് ചെന്നെല്ലാം കൊടുത്തു. എല്ലാം കൊടുത്ത് അവരെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ആരാ കിടക്കുന്നത് എന്നോട് ചോദിച്ചു, അകത്ത് കിടക്കുന്ന ആളാരാ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡാ. തെളിവെന്തോ തെളിവെന്തോ അപ്പോൾ ചോദ്യവാ. അപ്പോൾ തെളിവെന്തോന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പാസ്പോർട്ടിനകത്ത് ഓൾറെഡി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് 4 പിള്ളേരുണ്ട്, പാസ്പോർട്ടിൽ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു പാസ്പോർട്ടിലുണ്ടെങ്കിൽ ആ മനുഷ്യൻ അവിടെ കിടക്കുന്നതെന്ന് എങ്ങനെ അറിയുന്നതെന്ന്. അവർക്കവിടെ ഭയങ്കര അങ്ങനത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതാ. അപ്പോൾ ഞാനും പറഞ്ഞു ഇപ്പൊ തെളിവെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ വന്ന സ്ഥിതിക്ക് എവിടുന്ന് ഇപ്പൊ എന്തോ തരാനാ. അന്നേരം പറഞ്ഞു ഓക്കെ എന്നാ മാരേജ് സർട്ടിഫിക്കറ്റ് തരാം. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്ക് പിള്ളേർ എളുപ്പം തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് 50 വർഷം പഴയ പേപ്പറിനകത്തുള്ള എഴുതി കൈപ്പടയിൽ എഴുതി പള്ളിന്ന് കിട്ടിയത്. ഇത് ആർക്കാ വയ്യാത്ത, ഇത് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് അന്നേരം പുള്ളി എടുത്ത് റിജക്ട് ചെയ്തു. അപ്പോൾ ഓർത്തു എന്തോ ചെയ്യാം. അവസാനം ഞാൻ ചോദിച്ചു ഓക്കെ ഇനി ഞങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും, ഇപ്പം ഇതിനൊരു പ്രതിവിധി കാണണ്ടേ, പുള്ളിയെ ഞങ്ങൾക്ക് പോകണ്ടേ, നാട്ടിൽ വയ്യാത്ത ആളാ. ഓക്കെ നീ അങ്ങനെയാണ് ഒരു കാര്യം, നീ നേരെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട്
ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുക. ഹോസ്പിറ്റലിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് അവരുടെ സൈനും അവരുടെ സീലും എല്ലാം മേടിച്ചിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണം. അവിടെ ചെന്ന് അവിടുന്ന് അവരെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം. അവിടെ അറ്റസ്റ്റ് ചെയ്തിട്ട് ഇത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെയും 70 കിലോമീറ്റർ വന്ന് ഇതെല്ലാം ചെയ്ത് പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിലും പോയി. പോലീസ് സ്റ്റേഷൻ ചെന്ന അവസ്ഥ കാര്യം അത് ഇവിടുന്ന് ആ പേപ്പർ ഡോക്ടർ ഉണ്ടാകുന്ന എനിക്ക് പെട്ടെന്ന് അതെല്ലാം ശരിയായി കിട്ടി. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഈ ചാങ്ങ ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും ഇവർ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്ന് തന്നു, അവരുടെ നിയമം അത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് തന്നില്ല, എൻ്റെ ഹസ്ബൻഡ് അവിടെ കിടക്കുന്നത്. അപ്പോൾ എവിടെ നിന്ന് വരുവോ, എന്തിനു വന്നാൽ, ബാക്കിയുള്ളവരെങ്ങനെ പോയി, എന്താ, ഇവർ നമ്മളെ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് അവർക്ക് മനസ്സിലായി. പിന്നെ അവർ അറ്റസ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെ ചൈനീസ് എംബസി പിറ്റേ ദിവസം പിന്നെയും പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് കൊടുത്ത പറയാ ഇനിയും 10 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. 10 ദിവസമല്ല, അവർക്ക് 3 ദിവസത്തെ ഹോളിഡേ വന്നു അതിൻ്റെ ഇടയിൽ. അപ്പൊ അത് വന്നു സാറ്റർഡേ സൺഡേ ഇത്രയും വന്നപ്പോഴത്തേക്ക് അവര് 15 ദിവസം ചിലപ്പോൾ നീളുമെന്ന് പറഞ്ഞു. അങ്ങനെ നീണ്ട ഇത്രയും ദിവസം സഹിച്ചാനായി ഡിസ്ചാർജ് ചെയ്ത. കാരണം ഇവിടെ ഹാർട്ടിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങാമെന്ന് പറഞ്ഞപ്പം മരുമോനും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു, ഞാനും പറഞ്ഞു ഇവിടെ ചെയ്താൽ പിന്നെ ഞങ്ങൾ അവിടെ അല്ലേ താമസിക്കും, നമുക്ക് ആരുമില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, ഏതായാലും ഞങ്ങൾ അങ്ങ് നാട്ടിൽ പോയി ചെയ്താലും പക്ഷെ കൊണ്ടുപോകുന്ന ഒരു പരുവാക്കി. കാരണം ആ ഡോക്ടർ ഉള്ളതുകൊണ്ട് നമ്മളോട് വിവരങ്ങൾ അപ്പം പറയും. ആ ലേഡി ഡോക്ടറെ അമേരിക്കക്കാരി ഉള്ളതുകൊണ്ട് ഇതെല്ലാം നടന്നു. അത് കഴിഞ്ഞിട്ട് ഈ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്രയും ദിവസം ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് അല്ല ഇവിടുന്ന് മിനിസ്റ്റേഴ്സിന്റെ എല്ലാം പിള്ളേർ നാനാ വഴിക്കും പലയിടത്തുനിന്നുള്ള ഞങ്ങളുടെ പിള്ളേരാണേലും വിളിച്ച് ഉണ്ട്. ഇന്ത്യൻ ഹെൽപ്പ് ഉണ്ട്. അതെല്ലാം എംബസി ചെന്ന് കിടക്കുന്നല്ലേ ഉള്ളൂ. പിന്നെ അല്ല ഞങ്ങൾക്ക് 4 മക്കളാ ഉള്ളത്. അപ്പം ഒരാൾ മാവേലിക്കരയുണ്ട്, ഒരാള് തിരുവല്ലയിലുണ്ട്, രണ്ടാമത്തെ ആള് അമേരിക്കയിലുള്ളത്, മോന് നാട്ടിലുണ്ട്. ഞങ്ങളുടെ ബിസിനസ്സും എല്ലാം അവർ നോക്കും. പക്ഷേ പിള്ളേരെല്ലാരും ഒരുപോലെ പരിശ്രമിക്കുക. ഇവിടെ രാഷ്ട്രീയക്കാരൊന്നുമില്ല. രാഷ്ട്രീയക്കാരുടെ മുഴുവൻ പേരുടെ അടൂർ പ്രകാശ്, ഞങ്ങളുടെ MLA ഗോപകുമാർ അടൂരിന്റെ, പിന്നെ സുരേഷ് ഗോപി, പിന്നെ ഗണേഷ്, പിന്നെ നമ്മുടെ പഴയ മുരളി ഉണ്ടല്ലോ BJP-യിലെ എല്ലാ രീതിയിലും, പിന്നെ പെട്രോളിയം ഡീലേഴ്സിന്റെ മിനിസ്റ്റർ, നിങ്ങൾക്ക് പെട്രോൾ പമ്പ് ഉണ്ട് അങ്ങനെ ആ സൈഡിൽ കൂടെ എല്ലാം ഇൻഫ്ലുവൻസ് പുഷ് ചെയ്യുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വല്യമ്മച്ചി ഒരു അച്ഛൻ്റെ പെങ്ങളായിരുന്നു. ആ അച്ഛൻ്റെ മോന് അവിടെ സൗദി അറേബ്യയിലെ അംബാസഡറായിരുന്നു, ഇന്ത്യൻ അംബാസഡർ. അതായത് ബന്ധം ഒന്നുകൂടെ പറഞ്ഞു. ഞാൻ ഒരു വല്യമ്മച്ചി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആ വല്യമ്മച്ചി ഒരു അച്ഛൻ്റെ പെങ്ങളായിരുന്നു. ആ അച്ഛൻ്റെ രണ്ടാമത്തെ മോളുടെ മകൻ അവിടെ അമേരിക്കൻ അംബാസഡറായിരുന്നു. അല്ല സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസഡർ അബു മാത്രം. നമ്മുടെ കോട്ടയത്തെ KM ജോർജ് അച്ഛൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ട്, സെമിനാരിയുടെ പ്രിൻസിപ്പളൊക്കെ. ആ KM ജോർജ് അച്ഛൻ്റെ മോനായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിളിച്ചു, അബുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ മമ്മ ഞാൻ ഇവിടുന്ന് റിലീവ് ചെയ്യുക, ഒരാഴ്ച കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുവാന്ന് പറഞ്ഞു. ഫാമിലി എല്ലാം ഉള്ളൂ. പുള്ളി ഉടനെ സൗദി അറേബ്യൻ എംബസിയിൽ നിന്ന് നേരെ കൊച്ചിക്ക് ചൈനയിലെ എംബസി വിളിച്ചിട്ട് ഈ എക്സ്പെഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു എളുപ്പം. അത് കഴിഞ്ഞപ്പോൾ അവർ ഫാസ്റ്റാക്കി. അങ്ങനെ തിങ്കളാഴ്ച കൊണ്ട് കൊടുത്തു, ചൊവ്വാഴ്ച സ്റ്റാമ്പ് ചെയ്ത് തന്നു, ബുധനാഴ്ച ഞങ്ങൾക്ക് കയറിപ്പോയാൽ മതി. അപ്പം അവിടെ ഫ്ലൈറ്റിനകത്തൊരു ഡോക്ടറെ അറേഞ്ച് ചെയ്യുന്നു, ഹോസ്പിറ്റലിനകത്ത് വേറെ ഡോക്ടറെ അറേഞ്ച് ചെയ്യുന്നു, എംബസിയിൽ ഒരാളെ അറേഞ്ച് ചെയ്യുന്നു. ഡിസ്ചാർജ് ആക്കുന്നതിന് തലേദിവസം മറ്റേ ഡോക്ടർ പോയി. ഈ മോനെയും ഒരാഴ്ചത്തേക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തിക്കുവാണ്. ദൈവത്തിൻ്റെ ആ പ്രവൃത്തി അത്ര. എവള് ഒറ്റയ്ക്ക് ഹോട്ടലിലും സ്ട്രീറ്റിലും നിൽക്കുക. പക്ഷെ ദൈവം അന്നേരമൊക്കെ ദൈവം ഭയങ്കരമായിട്ട് എന്നെ ബലപ്പെടുത്തി. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പേടിയുന്നത്, ഞാൻ ICU കിടക്കുക. ഞാൻ ഏറ്റവും പേടിക്കുന്നത് ഇനി എനിക്കൊരു അറ്റാക്ക് കൂടെ വന്നാൽ, ഞാൻ അഥവാ മരിച്ചു പോയാൽ എൻ്റെ ഈ ഡെഡ് ബോഡി എവളെങ്ങനെ നാട്ടിൽ കൊണ്ടുപോകും, എവളെങ്ങനെ നാട്ടിലോട്ട് പോകും? ഇതാണ് എൻ്റെ. പക്ഷെ എനിക്ക് അന്നേരമൊക്കെ ഭയങ്കര ധൈര്യമായിരുന്നു. ഞാൻ ആദ്യം ദൈവമേ ഒന്നും കർത്താവേ ഞാൻ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. എന്നെ പണ്ട് ദൈവം ഒരു ദർശനം കാണിച്ചു. ആ ദർശനം അത് ഞാനിങ്ങനെ അത് പറയട്ടെ, അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വലിയൊരു പ്രോബ്ലത്തിൻ്റെ ഇടയിലായിരുന്നു. അപ്പം അങ്ങനെ പ്രോബ്ലം വന്നപ്പോൾ സഹിച്ചാൽ കുവൈറ്റിലോട്ട് പോവാം. അപ്പോൾ
ഇങ്ങനെ വന്ന അന്നത്തെ ദിവസം രാത്രി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു, വലിയ നല്ലവളാണെന്നൊന്നുമല്ല, ഈ സ്വാർത്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കുടുംബത്തിലൊന്നും സംഭവിക്കരുത്, ദൈവത്തോട് സ്നേഹമൊക്കെ കുടുംബത്തിനൊന്നും സംഭവിക്കരുതെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ എന്നും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയും അത്രേ നമുക്ക് അറിയത്തുള്ളൂ. സങ്കീർത്തനം വായിക്കും, പ്രാർത്ഥിക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്ന് ഓർക്കുക, എൻ്റെ ചുറ്റുവട്ടത്തും നോക്കിയപ്പം എൻ്റെ അത്ര ആരും നോയമ്പെടുക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ആർക്കും ഒരിതില്ല. അപ്പം ഞാൻ തന്നെ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇപ്പം പോയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇതൊന്നും അല്ലാതൊക്കെ നടക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇനി എൻ്റെ കർത്താവ് എനിക്കറിയാം. അപ്പോൾ ഞാൻ എപ്പോഴും അത് ഓർക്കാം. അപ്പോൾ ഞാൻ അന്നേരം ഇങ്ങനെ ഞാൻ ഓർത്തു, ദൈവമേ ഇനി വലിയ പ്രാർത്ഥനയൊന്നും വേണ്ട, നോർമലായിട്ടൊക്കെ എന്നൊക്കെ മനസ്സിൽ ചുമ്മാ ഇങ്ങനെ ചിന്തിക്കും. എനിക്ക് അതുപോലെ വിഷമം അങ്ങനെ അങ്ങ് കയറി. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ ഞാൻ ഒരു ഉറക്കത്തിൽ ഇങ്ങനെ കാണുക, വലിയൊരു കൈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്, ഭയങ്കര ഒരു കൈ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല അത് പറയാൻ. അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഞാനിങ്ങനെ ഞാനിങ്ങനെ ഇരിക്കും, എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ പിടിച്ച ഒരു ഉറുമ്പിൻ്റെ അത്ര പോലും ഇല്ല എൻ്റെ കൈ അതിനകത്ത്, ഇങ്ങനെ പിടിക്കുക, ഒരു ഭയങ്കര തണുപ്പ് എൻ്റെ ദേഹത്തോട്ട് അടിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പെട്ടെന്ന് ഞെട്ടിയാണെന്നോ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ഓർത്തു, അയ്യോ ഇതൊക്കെ വലിയ പ്രാർത്ഥനക്കാരും വിശുദ്ധരുടെ അടുത്തൊക്കെ വരുന്നത്, ഞാൻ ഇന്നലെ എന്തൊക്കെ പറഞ്ഞിട്ട് കിടന്ന്, അയ്യോ ഒരിക്കലും എൻ്റെ അടുത്ത് വരത്തില്ല, എൻ്റെ ഏതാണ്ട് വേറെ ഏതാണ്ട് ചിന്തിച്ച ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ പിന്നെ നമ്മളിതൊക്കെ പറഞ്ഞാലും രാവിലെ പ്രാർത്ഥിക്കാൻ കണ്ണു അടച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുകയും ഞാനിങ്ങനെ ഉണർന്നിരിക്കുക, ഈ കൈ വീണ്ടും എൻ്റെ അടുത്ത് ഇറങ്ങി വരിക, ഇറങ്ങി വന്ന് എന്നെ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുകയും എൻ്റെ ദേഹത്തോട്ട് ഏതാണ്ട് ഒരു ഭയങ്കര ലൈറ്റ്നിങ് പോലെ ഏതാണ്ട് ഒരു സാധനം എൻ്റെ അകത്തോട്ട് കയറി. എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യ. അന്ന് വരെ ഞാൻ ഈ ഹല്ലേലൂയ സ്തോത്രം സ്വപ്നമല്ല നേരിട്ട് കാണും. ഇങ്ങനെ ഞാൻ ഈ ഹല്ലേലൂയ സ്തോത്രം ഒന്നും ഉറക്കെ പറയത്തില്ല, എൻ്റെ പേര് അത് പെന്തക്കോസ്ത് നമുക്കാണ്ടൊരു ഉള്ള കാര്യം നമ്മൾ പറയുന്നതിന്. അപ്പൊ എനിക്കങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ ആ കട്ടിലയിൽ ഇരുന്നിട്ട് വേറൊരു ലെവലിലായി ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറയുന്ന ഭയങ്കര സൗണ്ടില്ല. പിന്നെ അവിടെ എനിക്ക് ഞാൻ അവിടെയല്ല, ഞാൻ വേറൊരു ലോകത്തില്ല. അങ്ങനെ കിടന്നു ഞാൻ ഭയങ്കര ബഹളം വെച്ചപ്പോ സഹിച്ച എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഇതെല്ലാം കൂടെ കേട്ട് ഇവക്ക് ഏതാണ്ട് വട്ട് വന്നാന്നാ തോന്നുന്നേ എന്നും പറഞ്ഞ് സഹിച്ചാൻ എന്നോടി എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. അതുപോലെ അങ്ങ് ശക്തിപ്പെട്ട് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു, സഹിച്ച ഇന്നലെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഭാരം എല്ലാ ഹൃദയത്തിൽ നിന്ന് അങ്ങ് പോയ പോലെ തോന്നുന്നു. എന്നെ അങ്ങ് ഭയങ്കര ശക്തി. അപ്പോഴത്തേക്ക് ഞാനങ്ങ് ശക്തിപ്പെട്ടിരിക്കുമോ. അത് ഞാൻ പറഞ്ഞു, സഹിച്ച എൻ്റെ കൂടെ ഒന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സഹിച്ചാനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കത്തെ ഉള്ളത് പറയുക, കാരണം സുഖത്തിൻ്റെ അങ്ങേ അറ്റത്തിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഓർത്തഡോക്സിലാണ് എത്ര കുടിക്കുന്നവരും വലിക്കുന്നവരുമാണ് ദൈവമേ എന്നും പറഞ്ഞൊന്ന് വിളിക്കും. ഇത് അതും ഇല്ല, അങ്ങ് കിടക്കും എഴുന്നേക്കും, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് അവിടുത്തെ കരമാണ് എനിക്കൊരു തരണം. എനിക്ക് എൻ്റെ ആ ബുദ്ധിയിൽ ഞാൻ അല്പബുദ്ധി പറയുക. ഉടനെ അങ്ങോട്ട് തുറക്കെ 138 സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗമാണ് കിട്ടുന്നത്. അനവധി കഷ്ടങ്ങളിൽ കൂടി കടത്തി വിട്ടാലും എൻ്റെ വലങ്കൈ നിന്നെ താങ്ങും, നിന്റെ സകല കഷ്ടങ്ങൾക്ക് ഞാൻ സമാപ്തി വരുത്തും. അതെൻ്റെ കണ്ണി വരുന്ന അതാ. നിന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ കൈ നീട്ടും എന്നൊക്കെ പറഞ്ഞ് ആ ഭാഗം കരത്തിൻ്റെ തന്നെ അങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ദൈവം എന്നോട് ഇടപെട്ടതാണ്. അപ്പം ഞാൻ മനസ്സഹിച്ചാൽ ധൈര്യമായിട്ട് പോകും, എനിക്കൊരു പ്രോബ്ലം ഇല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഇത് അച്ഛൻ കുവൈറ്റിൽ പോകുന്നതിന് മുമ്പുള്ള സംഭവം, തൊട്ട് മുമ്പുള്ള സംഭവം. കാരണം ഇത്രയും കടമൊക്കെ ഉണ്ടെന്നെല്ലാം അറിഞ്ഞു കേട്ട് വിഷമിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഒരു ഫാമിലി പശ്ചാത്തലം പറഞ്ഞാല് ഈ അടൂര് ഒരു സമ്പന്ന കുടുംബമായിരുന്നു. സമ്പന്നമല്ല, അതിനപ്പുറത്തെ അതുപോലെ പൈസക്കകത്ത് കിടക്കുന്നല്ലോ. ഒരു വലിയൊരു സമ്പന്ന കുടുംബത്തിൽ ഞാൻ ജനിച്ചത്. കാരണം ഞാൻ ജനിക്കുമ്പോൾ തൊട്ട് വണ്ടിയും വെള്ളവും ഒക്കെ എല്ലാം ഉണ്ട്. എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. അവിടുന്ന് ദൈവം ഇങ്ങനെ കൊണ്ടുവന്നു. ലാസ്റ്റ് എല്ലാം അങ്ങോട്ട് നഷ്ടപ്പെട്ടു. ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി വീട്ടിൽ. അങ്ങനെ ഉണ്ടായി എല്ലാം തകർന്നു പോയി, വലിയ പ്രശ്നമായി. സത്യത്തിൽ 100 രൂപ പോലും എടുക്കാൻ വയ്യാതെ പിള്ളേരെയും കൊണ്ട് അവള് വസ്തുക്കളുണ്ട്, ബിസിനസ് ഉണ്ട്, പക്ഷെ എല്ലാം
പ്രശ്നത്തിൽ കിടക്കുക. നമുക്ക് അങ്ങോട്ടൊന്നും വലിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫാദറിന് എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആലോചിക്കുക, 60-ലൊക്കെ 10-16 ബസ്സുണ്ട്. സജി മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ബസ് ഓടുന്ന മകനാണ്, അച്ഛൻ്റെ പേരില്ല, എൻ്റെ പേരിൽ. അതെല്ലാം അതൊക്കെ പോയിട്ട് പിന്നെ വണ്ടിയും വെള്ളവും എല്ലാം പോയി ഒരു ടാക്സി ജീപ്പേൽ കാറ് തന്നെ അന്നത്തെ കാലത്ത് കാറുകളും ജീപ്പും എല്ലാം ഉണ്ട്. എല്ലാം പോയി ഒരു ടാക്സി ജീപ്പായി അവസാനം. കാരണം അത് ഓടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ആ ടാക്സി ജീപ്പിൽ പിള്ളേർക്ക് ഹോട്ടലിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. പൊതിച്ചോറും കെട്ടി വെള്ളമായിട്ട് ടാക്സി ജീപ്പെ കൊണ്ടുവന്നിട്ടുണ്ട് പിള്ളേരെ. ഏറ്റവും വലിയ ഹോട്ടലിൽ കയറി കഴിച്ചുകൊണ്ടിരുന്ന പിള്ളേരാ. അവര് ബോർഡിംഗ് സ്കൂളിലൊക്കെ എല്ലാവരും അങ്ങനെ ആ ഒരു ലെവലായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ ദൈവം താഴെ ഇറക്കി. അപ്പോൾ ഇവർ പിള്ളേർ തന്നെ എന്നോട് പറയും, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അമ്മയെ മാറ്റി കാർ ഇടണം, ജീപ്പ് ഇടണം, നമ്മൾ അങ്ങോട്ട് കൊണ്ടിടരുത്. അവർക്ക് അങ്ങ് ഒരിത്. പക്ഷെ അതെല്ലാം ദൈവം കൊച്ചുങ്ങളെയും പഠിപ്പിക്കുമായിരുന്നു. ഞങ്ങളെ എല്ലാം മൊത്തം കുടുംബത്തിൽ ദൈവം പഠിപ്പിച്ചെടുത്തു. വലിയ ഹ്യൂജ് എമൗണ്ട് കടവായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇത് ഏത് വർഷം? 87. 1987 സംഭവം. പിന്നെ അതങ്ങോട്ട് ഞാനിങ്ങനെ കുവൈറ്റിൽ പോകുന്നു. കുവൈറ്റിൽ ജോലിക്ക് വേണ്ടി പോയി? അല്ല, സൈജ മറ്റേ സൂയിസൈഡ് ചെയ്യാൻ പോയില്ലേ മുമ്പ്? ഈ കടമൊക്കെ വന്ന് ഇത് കഴിഞ്ഞേച്ച് ഞാൻ ഒരു പ്രാവശ്യം വിചാരിച്ചു ഈ പിള്ളേരെയും കൊണ്ടുവന്നാൽ ലാസ്റ്റ് തീർന്നേക്കാം, നേരെ തേക്കടിക്ക് പോകാമെന്ന് പറഞ്ഞു. എല്ലാവരും റെഡിയാക്കി. അപ്പോൾ എൻ്റെ 2 പിള്ളേർ ബോർഡിങ് ട്രിവാൻഡ്രത്ത് ഒളിഞ്ചിൽ പഠിക്കുക. അവരെയും വിളിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവളോട് പറഞ്ഞു നമുക്ക് അങ്ങ് പോയേക്കാമെന്ന് പറഞ്ഞു. എന്തിനാ ഇപ്പോൾ പോകുന്നത്, പിള്ളേർ പഠിക്കുകയില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു നല്ല കൊക്കെ നോക്കി വെക്കുക, പോയി എൻജോയ് ചെയ്യുക, തിരിച്ചു വരുമ്പോൾ കുടുംബമായിട്ട് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്നെ ഒത്തിരി ഫോഴ്സ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഈ സമയത്തൊന്നും അങ്ങനെ പോകണ്ടല്ല, നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയം. എനിക്ക് അന്നേരം ഇച്ചിരി അല്ലാതെ നമ്മൾ കുഞ്ഞു കളിക്കേണ്ട സമയമില്ല, ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവമായിട്ട് അത് മാറ്റി കളഞ്ഞതാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയൊരു സംഭവങ്ങൾ പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഇങ്ങനെ ഇരിക്കുമ്പം എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരം എൻ്റെ പെട്രോൾ പമ്പിൽ ഒരു ഹിന്ദു ഒരു മാനേജറുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമുക്കൊരു സുദർശന ഹോമം ചെയ്യാം, അത് ചെയ്താൽ നിങ്ങളുടെ കഷ്ടകാലം എല്ലാം അങ്ങ് മാറും. ഉടനെ ഞാൻ പുള്ളിയെ വിളിച്ചുകൊണ്ട് ഈ ഇവിടെ ആറന്മുള അടുത്ത പോയി ഒരു അമ്പലത്തിൽ പോയി ഒരു ആളെ കണ്ടുപിടിച്ചു. എന്നിട്ട് എവളോടൊന്നും പറയുന്നില്ല, പിടിച്ചിട്ട് അടൂർ ടൂറിസ്റ്റ് ഹോമിൽ കൊണ്ടുവന്ന് റൂമൊക്കെ എടുത്തേച്ച് ഇതിൻ്റെ ചാർട്ടെല്ലാം ഉണ്ടാക്കി സുദർശന ഹോമം ചെയ്യാനായിട്ടുള്ളതല്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു 2.5 അടി നീളം വീതമുള്ള പ്ലാവിൻ്റെ കാതൽ വേണമെന്ന് പറഞ്ഞു. വീടിൻ്റെ മുമ്പിൽ നിന്ന് പ്ലാവ് വെട്ടിച്ച് കാതലെടുത്ത് പിന്നെ എല്ലാം റെഡിയാക്കി എവളറിയാതെ. അല്ല, ഞാനപ്പോ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ നല്ലൊരു പ്ലാവ്, ഇത് മുറിക്കുന്നത് എന്തിനാ? അപ്പൊ പറഞ്ഞു അതെ പമ്പിൽ കുറച്ച് പണിയുണ്ട് അവിടെ, ഇപ്പൊ ഇതാകുമ്പോ പെട്ടെന്ന് നമുക്ക് എടുക്കാം. അങ്ങനെ എന്നോട് പറയുന്നില്ല എന്തോ ഈ സുദർശനോമം ചെയ്താൽ നിങ്ങളുടെ എല്ലാ കഷ്ടകാലം മാറുമെന്നാ പറയുന്നത്. അന്നേരം എവിടെ മാറുമെന്ന് ചെലവുണ്ട്, ഒത്തിരി രൂപ ഉണ്ട്, വഴക്കം കൊടുക്കണം. ഞാൻ ലാസ്റ്റ് ഇതെല്ലാം അല്ല, എന്നോട് ഒരു റൂമുണ്ട്, ആ റൂം അങ്ങ് ഒഴിച്ച് വൃത്തിയാക്കി അങ്ങ് ഇടണം. 2 നില സാധനം ഞാൻ പറഞ്ഞു എൻ്റെ മേളില് അല്ല, ആദ്യം താഴെ ഒരു റൂം ഈ സാധനങ്ങൾ വെക്കാം, അതൊന്നും പറയുന്നില്ല എന്നോട്. ആ റൂമിലെല്ലാം അങ്ങ് റെഡിയാക്കി വെക്കാം. എന്നിട്ട് ഞാൻ ആ റൂമിൽ എനിക്ക് കുറച്ച് സാധനം കൊണ്ട് വെക്കാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ കുറച്ച് അത്യാവശ്യ സാധനം അത് മറ്റൊന്നുമായിട്ട് മിക്സ് ചെയ്ത് ഒന്നും പറയുന്നില്ല. അന്നേരം ഞാനതെല്ലാം വൃത്തിയാക്കി ചിടിച്ചു ഇട്ട് കഴിഞ്ഞേച്ച് പിന്നെ പറഞ്ഞു, പിന്നെ മുകളിൽ ഇവരുടെ താല്പര്യം മുകളിലത്തെ നില ഞങ്ങളുടെ പഴയ വീടാ, ഒത്തിരി പഴക്കമുള്ള വീടാ, പക്ഷെ റൂംസ് ഒക്കെ ഒത്തിരി. ഹോമം നടത്തുന്ന തീയൊക്കെ കത്തിക്കണ്ടേ, അതിന് ഷീറ്റ് വിട്ട് ഇഷ്ടയെല്ലാം കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഷീറ്റ് വിട്ട് അതിൻ്റെ പുറത്ത് ചെയ്യാനുള്ള പരിപാടിയായി ചെയ്യും. മുകളിലത്തെ നില കൊണ്ടിട്ട് ചെയ്യാനായിരുന്നു. ഇതൊന്നും അറിയുന്നില്ല, ഇവര് അതെല്ലാം സെറ്റ് ചെയ്താ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അന്ന് സാധനങ്ങൾ കൊണ്ട് അവിടെ വെക്കാൻ പോവാ. അപ്പൊ എന്നെ മാറ്റി വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ആ സാധനങ്ങൾ അല്ല ഇത് കുറെ സാധനം ഇറക്കാൻ വരുക, നീ ഒരു വാക്ക് എന്നോട് ഇതിന് പറയല്ല. എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് തീരുമാനിച്ച് നമുക്ക് വേണ്ടിയാ, നമ്മുടെ കഷ്ടകാലം ഇതോടെ മാറുക. അയാൾ വന്ന് ചെയ്തേച്ചു, നീ അവിടെ വരണ്ട, ഞാനും അയാൾ വന്ന് ചെയ്യും, നമ്മുടെ കഷ്ടകാലം അതോടെ അങ്ങ് മാറും, ആരാണ്ടൊക്കെ ചെയ്തതാ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെന്തോ ചെയ്യുന്നത്? അപ്പം പറഞ്ഞു ആ പൂജാ സാധനമൊക്കെ അവിടെ കൊണ്ട് വെക്കുന്നത്. എനിക്കിത് കേട്ടപ്പം വെപ്രാളമായി. ഞാൻ പറഞ്ഞു ഒരു കാലത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഈ പൂജ നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു അത് നമ്മുടെ കഷ്ടകാലം മാറാനല്ലോ, എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, അത് പലർക്കും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. ഞാൻ പലർക്കും അങ്ങനെ ആയിരിക്കും, ശാപം വലിച്ച് തലമുറയ്ക്ക് വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ വീട്ടിൽ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു ബോൾഡ്നെസ്സിലൊരു തീരുമാനം എടുക്കാനുള്ള അറിവുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, ദൈവം മുന്നമേ കണ്ടതാ ഞങ്ങളെ, അല്ലാതെ നമ്മളെ. അത് കഴിഞ്ഞ് ഞാൻ എവിടോടങ്ങ് പിണങ്ങി, എന്നോട് വേണമെങ്കിൽ നിന്റെ അപ്പന്റെ വകയൊന്നും ഓൾറെഡി ഞാൻ ചെയ്യും, മറ്റേ മറിച്ച് നീ പോടി നിന്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞു അത് നടത്തുവാണെങ്കിൽ ഞാനും പിള്ളേർ വീട്ടിൽ നിൽക്കത്തില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ സഹിച്ചാൽ എനിക്ക് അന്നേരം ഒരു ബുദ്ധി ദൈവം തരും കേട്ടോ. അന്നേരം സഹിച്ചാൻ പറഞ്ഞു എന്നാ നിന്റെ പാട്ടിന് പോകും എന്ന് പറഞ്ഞു. ഞാനപ്പം പെട്ടിയെല്ലാം എടുത്ത് വെച്ചിട്ട് നടത്തും എന്നോടങ്ങ് ഭയങ്കര ചൂടാവുക, നടത്തുമെന്ന് തന്നെ. അപ്പം ഞാൻ ഈ പെട്ടി എടുത്ത് വെച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം പിള്ളേരുടെ എല്ലാം ഞാനങ്ങ് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാ. ഓ പൊക്കോ എന്ന് പറഞ്ഞു. അന്നേരം പുള്ളിക്ക് നടത്തണം, അവിടെ നടത്തണം. അപ്പം ഞാൻ പറഞ്ഞു സഹിച്ചാൻ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോകത്തില്ല, ഞാൻ ആരുടെയും വീട്ടിൽ പോകത്തില്ല. സെൻട്രൽ ടോളില്ലേ അടൂര്, സെൻട്രൽ ടോളിൽ അവിടെ ഒരു മരമുണ്ട്, വലിയ മരം, ബെഞ്ചുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ പിള്ളേരെയും കൊണ്ട് ഞാൻ അവിടെ പോയിരിക്കും. നാട്ടുകാരെന്നോട് ചോദിക്കും എന്തോ, ഞാൻ പറയാം അവിടെ പൂജ നടക്കുമോ, ഞാൻ അറിയാം. അന്നേരം തമ്പുരാൻ സ്വന്തം ബുദ്ധിയാ, വളരെ കറക്റ്റ് ആയിട്ട്. അന്നേരം പുള്ളിക്കാകെപ്പാടെ പ്രശ്നമായി. ഒന്നാമത് തകർന്നിരിക്കും, എന്റെ പുറത്ത് ഇവളിനിയും പൂജയും കർമ്മ. എന്റെ പാസ്റ്റർ ഞാൻ ആ പൂജ നടത്തിയായിരുന്നു എന്റെ വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങുമായിരുന്നു. അല്ല അതൊക്കെ ദൈവമായിട്ട് ദൈവം തന്ന ബുദ്ധിയാണ്, അല്ല എനിക്ക് അതൊക്കെ വലിയ അറിവുണ്ടായിട്ടൊന്നും അറിയത്തില്ലല്ലോ. അല്ല എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ ഒരിക്കലും അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മറ്റേ അല്ലാത്ത ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്തുവാ? എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് തോട്ടമാണ്, എരുമേലി. ഞങ്ങൾ തുമ്പോങ്കര തോട്ടം ആയിരുന്നോണ്ട് എൻ്റെ വലിയപ്പച്ചൻ തൊട്ടേ ഞങ്ങള് ഓർത്തഡോക്സ്, സാധാരണ ഓർത്തഡോക്സ് ഒന്നും അല്ല, ഭയങ്കര എനിക്ക് ആ സ്ഥിരകളിൽ കൂടെ ആ ബ്ലഡ് തന്നെയായിരുന്നു ഓടുന്നത്. കാരണം ഹോസ്റ്റൽ കോളേജിലൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും മർത്തോപ്പള്ളി CSI പള്ളി പെട്ടെന്ന് തീരുമെന്നും പറഞ്ഞു. അപ്പം ഞാൻ പോകത്തില്ല, ഞാൻ ഓർത്തഡോക്സ് പള്ളി മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെ ഒരു ഭയങ്കര, കാരണം ഞാൻ കുഞ്ഞിലേ തൊട്ട് പഠിച്ചു വളർന്നത് അതിനകത്ത്. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ എല്ലാ മാസവും പരുമലപ്പള്ളി പോകും. പരുമലപ്പള്ളി പോയി എനിക്കൊരു ബുക്കുണ്ട്, നോട്ട് ബുക്ക്. അതിനകത്ത് എന്നാന്ന് വെച്ചാൽ പൂർവികന്മാർ മരിച്ചവരുടെ തൊട്ട് എല്ലാ പേരുകളും കാണും. എന്റെ അമ്മയുടെ അപ്പനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോയി എല്ലാവർക്കും കുർബാന, കുറേ രൂപയുടെ കുർബാനയൊക്കെ ചൊല്ലും അവിടെ കബറിൻ്റെ അടക്കം. എൻ്റെ വിചാരം ഇതൊക്കെയാണ് നമുക്കറിയില്ല, കാരണം ആരെയും വേദനിപ്പിക്കരുത്, ദൈവത്തെ അങ്ങനെ വേണം എന്നുള്ള ഇതാ. അങ്ങനെയൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ പിന്നെ ഞങ്ങൾ, എൻ്റെ അമ്മയും നല്ലതായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വല്യപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അങ്ങനത്തെ കാര്യത്തിൽ. ഒരാൾ വന്നില്ലേ അവരെ പിടിക്കുമായിരുന്നു. എന്നും രാവിലെ 5 മണിയാകുമ്പോൾ പ്രാർത്ഥന, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എത്ര കൊച്ചു കുഞ്ഞുങ്ങളാണേലും ഉണരണം, അതൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ മറ്റേ അങ്ങനെ ഞാൻ പഠിച്ചത് പിന്നെ ബോർഡിങ്ങിലും ഇതായിരുന്നോണ്ട് അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞ് അവിടെ വന്നപ്പോഴും ഞാൻ ആ ഒരു ചിട്ടയില് അപ്പോൾ പാതിരാത്രി കുർബാനയുണ്ട്, വെളുപ്പാങ്കാലത്തുള്ള കുർബാനയാണ് രാവിലെ. അന്നേരം വിളിക്കാൻ പറയും, പിന്നെ പാതിരാത്രിക്ക് ഇനിയും പോകുന്നതിനൊക്കെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തങ്ങ് പോകും. അപ്പം നിന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് ഞാൻ പറഞ്ഞു പോകുന്നേ പൊക്കോട്ടെ. എല്ലാ കുമ്പിടും സകല കുമ്പിടിയിലും എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അവസ്ഥയിലായി കഴിഞ്ഞപ്പം നമുക്ക് എന്നോടൊന്നും പറയാനും വരില്ല. ഞാൻ ഒരു മാനസാന്തരപ്പെട്ടി കള്ളുകൂടി എല്ലാം നിർത്തി എല്ലാം നേരെ ആയല്ലോ. പിന്നെ എവിടെ എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഉള്ള അച്ഛന്മാരും തിരുമേനിമാരും എല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കൗൺസിൽ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകേണ്ട പരിപാടിയാണ്. സത്യം, അത് പിന്നീട് സംഭവിക്കുന്നു. ഈ കുവൈറ്റിൽ പോകുന്ന കാര്യം അത് അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ആത്മഹത്യക്കുള്ള ശ്രമവും പൂജയ്ക്കുള്ള ശ്രമവും പരാജയം മാറ്റി കുവൈറ്റിലേക്ക് ഹോട്ടൽ വെയിറ്ററുടെ ഒരു വിസയില് ഞാൻ കുവൈറ്റിലേക്ക് ഒരാളോട് പറഞ്ഞു പെട്ടെന്നൊരു വിസ വേണമെന്ന്. അപ്പൊ ഫ്രണ്ട് നോക്കി പെട്ടെന്ന് അന്നേരം ആ ടൈമിൽ നാട്ടിൽ നിൽക്കാൻ വയ്യ, പെട്രോൾ പമ്പ് ഒക്കെ ഉണ്ട്. ഇപ്പോഴേ അല്ല ഞങ്ങക്ക് ജീവിക്കാനുള്ള അത് പിന്നെ പറയാം. അങ്ങനെ ആ അവസ്ഥയിലായി കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം കൂടെ എവിടെ ഏൽപ്പിച്ചേച്ച് ഞങ്ങൾ ഇവിടെ പിന്നെ ട്രിവാൻഡ്രത്തുനിന്ന് ഒരു ഫ്ലൈറ്റിൽ കയറി ബോംബെ ചെന്നു. ബോംബെയിൽ നിന്ന് അവിടെ ഇറങ്ങി കഴിഞ്ഞ് അവിടെ ചെന്നപ്പം വിസ സ്റ്റാമ്പിങ് ഒന്നും ശരിയല്ല. പിന്നെ അത് വേറെ കാര്യം. ഈ ഫ്ലൈറ്റ് ബോംബെയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് ഡൽഹി ചെന്ന് 2 പീസായി പോയി. അപ്പോൾ ഇവിടെ എന്നെ വിളിച്ചു, അയ്യോ നിങ്ങൾ പോയ ഫ്ലൈറ്റാണ് മറിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. ദൈവം എന്നെ ബോംബെ വരെ കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ ഒരു കണക്കിന് കുവൈറ്റിൽ പോകുന്നു. കുവൈറ്റിൽ പോയി എന്തെങ്കിലും അറിയാമോ, ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. വീട്ടിലൊരു ഷർട്ട് പോലും സ്വന്തമായിട്ട് കഴുകിയിട്ടില്ല.
ഒന്നും ഒരു ജോലി ചെയ്തിട്ടില്ല. അവിടെ ഭയങ്കര ഒരു പ്രശ്നമായി. വീട്ടിൽ 3-4 ജോലിക്കാരുണ്ടായിരുന്നു ഇപ്പോഴും. അത് കഴിഞ്ഞ് വെച്ച് ഞാൻ എപ്പോഴും ഓർക്കുന്നു, ആ ഫർവാനിയയിലൊരു വീട്ടിനകത്തിരുന്ന് എവിടെ ഒരു കൂട്ടുകാരിയുടെ വീടായിരുന്നു. അവരെനിക്ക് നാട്ടിലും പോകുന്നു, ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ്. അല്ല, ദൈവം സഹിച്ചാനെ അങ്ങനെ മരുഭൂമി കൊണ്ടുപോയി കൃത്യമായി കൊണ്ടുപോയത്. അത് വളരെ അല്ലേ സഹിച്ചാൽ ഒരിക്കലും. പിന്നെ നമ്മുടെ ഇവിടെ ഈ പർത്തമ കോളേജിലോട്ട് പോകുന്നതിനപ്പുറത്തെ രാജൻ പാസ്റ്റർ അറിയാവോ? എബ്രഹാം ജോർജ് പുള്ളിയുടെ രാജാന്റെ ചർച്ചിലാണ് കുവൈറ്റിൽ ആദ്യം ചെല്ലുന്നത്. രാജാൻ ആദ്യമായിട്ട് സ്ഥാനപ്പെടുത്തുന്നത് തന്നെയാണ്. പുള്ളിയാണ് എന്നെ സ്ഥാനപ്പെടുത്തുന്നത്. ആ പുള്ളിയുടെ ആദ്യത്തെ സ്ഥാനം ഞാനാണ്. അല്ല, അവിടെ ചെന്ന് പിന്നെ ഇങ്ങനത്തെ കൂട്ടായ്മ പോകാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് ആ ചേഞ്ച് സഹിച്ചാനുള്ള ദൈവം അങ്ങ് വരുത്തി. അപ്പോൾ അങ്ങനെ സ്ഥാനപ്പെടാൻ റെഡിയായി. നമ്മുടെ വേദോസത്തിൽ പറയുന്ന പോലെ മരുഭൂമിയിൽ കൊണ്ടുപോയി കൃത്യമായി എന്നോട് സംസാരിച്ചു. അവിടെ ഞാൻ മാനസാന്തരപ്പെട്ടു. അല്ല, ഈ കുവൈറ്റിൽ ചെന്നിട്ട് ജോലി കിട്ടിയോ? ജോലിയൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നമായി. അത് കഴിഞ്ഞിട്ട് അതും ഭയങ്കര രസം. അത് കഴിഞ്ഞിട്ട് ഒരു കുവൈറ്റിയുടെ കൂടെ ഓഫീസിൽ കയറി. അവിടെ ജോലിയൊക്കെ ചെയ്ത് ഈസ്റ്റേൺ കറി പൗഡർ, ബിസിനസ്സായിരുന്നു. ഈസ്റ്റേൺ കറി പൗഡർ, പാരഗൺ ചെരുപ്പ്, കലിസ്റ്റൈൻസ്, പനാമ സിഗരറ്റ്, ഇതെല്ലാം അവിടെ എക്സ്പോർട്ട് ചെയ്യാനുള്ള സംഭവം എല്ലാം റെഡിയായി. ഒരുമാതിരി ഒന്ന് പച്ച പിടിച്ചു വന്നപ്പോൾ ഇതൊക്കെ അല്ല, പച്ച പിടിച്ച് വന്നു. ഒരുമാതിരി നല്ലതായിട്ട് കയറി, നല്ല ബിസിനസ്സായിരുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ സമയത്ത് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോവാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ ഓർക്കുന്നത് എങ്ങനെയും എത്ര കാലത്തിനകമായി സ്നാനമൊക്കെ വരുന്നത്? 6-7 മാസം. അതുവരെ ബൈബിൾ ക്ലാസ്സിനൊക്കെ എപ്പോഴും പോവായിരുന്നു. പിന്നെ അല്ല, അന്നേരം ഞാൻ പറഞ്ഞു സ്നാനപ്പെട്ടോ, എന്നെ ഫോഴ്സ് ചെയ്യണ്ട, ഞാൻ ഓർത്തഡോക്സ് വിട്ട് അങ്ങോട്ട് വരില്ല. എന്നിട്ട് ഞാൻ ദൈവം നല്ല ദൈവസന്നിധി പൊക്കോ, എനിക്ക് പ്രശ്നമില്ല, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം ഞാൻ നോക്കാം, നീ നിൻ്റെ കാര്യം നോക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സ്ഥാനപ്പെട്ട് അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഒരുമാതിരിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവളെ ഒന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു. എന്നോട് ഈ കഷ്ടതയുടെ നടുവിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ബാങ്ക് നടത്തിയായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് കൂടി നടത്തിയതാണ്. പക്ഷെ അപ്പോൾ ഒത്തിരി പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പലയിടത്ത് ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം കയ്യിൽ നിന്ന് പൈസ മുഴുവൻ എല്ലാം പോയി. അത് പലിശയ്ക്ക് പലിശ തരും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത്രയും കടബാധ്യത വന്നത്. അത് തന്നെയല്ല, പിന്നെ ലാവിഷ് ജീവിതം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ അടൂര് എന്നെ എല്ലാവർക്കും സജിമോനെന്നാണ് വിളിക്കുന്നില്ല. ഞാനിപ്പം അന്നേരം ആ സമയത്തൊക്കെ പാസ്റ്റർ അടുത്ത് വന്ന് 2 ലക്ഷം രൂപ ചുമ്മാ എനിക്ക് ഇങ്ങനെ എടുത്തു തരും. കാരണം എന്നെ അതുപോലെ വിശ്വാസം. അങ്ങനെയുള്ള കുറേ ഫണ്ടുകളെല്ലാം കുടുംബം ഈ പ്രൈവറ്റ് ബാങ്കിങ്ങിലേക്ക് കൊണ്ടുവന്നു. അവിടുന്നാണിത്. അത് ഫണ്ടെല്ലാം വന്നു കഴിഞ്ഞ് അങ്ങനെ ഇത് വന്നപ്പോഴാണ് ഇവിടുന്ന് പോയെ. നമുക്ക് ഓരോരുത്തരുടെ കല്യാണം വരുമ്പോൾ സഹിച്ചാൽ പോയി ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇച്ചിരി പൊട്ടലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഒറ്റ കാര്യം പറഞ്ഞു, കർത്താവ് കഷ്ടതയുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എല്ലാവരെയും കൂടെ വിടല്ലേ, എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ ഒരാളോട് പോലും ഒരു കടം പറഞ്ഞ് അവരുടെ ഹൃദയം വേദനിപ്പിക്കുന്ന അനുഭവം എനിക്ക് തരല്ലേ. ഈ കൈ പിന്നെ ഞാൻ ധ്യാനിക്കുന്ന മുഴുവൻ ഈ കൈ ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞതാ എന്നുള്ള രീതി ഞാൻ എന്നും ദൈവത്തോട് അങ്ങനെ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു എല്ലാവരുടെയും ഞങ്ങൾ തിരിച്ചു കൊടുത്തു. ഒരു മനുഷ്യൻ്റെ പോലും കണ്ണുനീരോടെ വീഴാൻ തമ്പുരാൻ സമ്മതിച്ചില്ല. അത് അടുക്കിനാ ദൈവം കൊണ്ടുവന്ന ഇത് ഞങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ആരുടെയും കുഴപ്പമല്ല. അത് കഴിഞ്ഞിട്ട് എവളവിടെ വന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം ഇങ്ങനെ പ്രയർ ഗ്രൂപ്പിലൊക്കെ പോയി. ഒരു ദിവസം ഞങ്ങളിങ്ങനെ വേറൊരു വീട് നോക്കാനായിട്ട് അങ്ങോട്ട് നടന്നു പോയി. വേറെ വീടല്ല, ഒരാടെ വലിയ വീടാണ്, ഭയങ്കര വീടാണ്. അവര് 10-21 വർഷം അവിടെ ഉള്ളവരാ. അവർക്ക് ഫുൾ സെറ്റപ്പ് ഭയങ്കര ഒരു വീടാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം. ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു സഹിച്ചാൽ തന്നെ ഉള്ളൂ, പിന്നെ ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ പുള്ളി അതിൻ്റെ ആവശ്യമുള്ളൂ, ഞങ്ങൾ അതിനൊന്നും വന്നവരല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ വാ, ഞങ്ങൾ കാനഡയ്ക്ക് പോയി, ഇതെല്ലാം നിങ്ങൾ അങ്ങ് എടുക്കുക, ഇവിടെ വന്ന് താമസിച്ചോ. ഇവിടെ 220, അവിടെ 110. അപ്പോൾ ഇത് അവർക്കൊന്നും ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്നിട്ട് സൗകര്യമുള്ളപ്പോൾ എന്നിട്ട് പുള്ളി ഞങ്ങൾ ആ വീടും കണ്ടേച്ച് തിരിച്ചിറങ്ങി. അവരങ്ങ് നിർബന്ധിക്കുക, താക്കോല് തരാം, നിങ്ങൾ വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ആ അബ്ബാസിയ സ്ട്രീറ്റിൽ കൂടെ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ടപ്പുറേ ഇപ്പുറയായിരുന്നു ഫയർ എഞ്ചിൻ കിടക്കുന്നു. ഞാൻ പറഞ്ഞു, ആരുടെ വീട് കത്തിന്ന് തോന്നുന്നു ഫയർ എഞ്ചിൻ. ഒരുത്തമെന്ന് പറയാം, നിന്റെ വീടാകത്തുനിന്ന് എളുപ്പം പോയി നോക്കാൻ. ഞങ്ങൾ താമസിച്ച വീട് കത്തിപ്പോയി. നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് കത്തി.
അതിനകത്ത് രസം എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ് കത്തി, ഞങ്ങൾ അകത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് സകല ഡ്രസ്സും ബെഡും എല്ലാം കത്തിപ്പോയി. ആ മേശപ്പുറത്ത് എവിടെ നല്ല തണുപ്പായിരുന്നു. അപ്പൊ ഇത് കുത്തിച്ചിട്ടുണ്ടായിരുന്നു ഹീറ്റർ കുത്തിയിട്ട് ആ അതിന്റെ വയറെ കൂടെ കണ്ട് ഹീറ്ററിന്റെ ഇതുപോലൊരു സോഫ ആയിരുന്നു അതിലോട്ട്. എന്നിട്ട് അകത്ത് ചെന്ന് നോക്കിയപ്പോൾ എവിടെ ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ട്, പുറമെല്ലാം വാങ്ങിയിരിക്കുക. സിബ് തുറന്ന് നോക്കിയപ്പം എവിടെ പാസ്പോർട്ടും ടിക്കറ്റും മാത്രം കത്തി, ബാക്കിയെല്ലാം കത്തിപ്പോയി. ബാക്കിയെല്ലാം കത്തിപ്പോയി. സ്വർണം വരെ ഉരുകിപ്പോയി ഇതിനകത്ത്. അതും കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങളുടെ അവൾ ഇട്ടേക്കുന്ന ചുടിദാർ, ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ്, വീട്ടിലൊരു 2-3 കപ്പോട്ട് നിറച്ച് തുണിയാ, ഇടാൻ തുണിയില്ല, തുണി പോലും ഇല്ല, തുണിയില്ല. വയസ്സ് ഭയങ്കര അവസ്ഥയായിരുന്നു. പിന്നെ എവിടെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോയി താമസിച്ചു. അതങ്ങനെ അത് കഴിഞ്ഞേച്ച് പിന്നെ അങ്ങോട്ട് അല്ല അങ്ങനല്ല, അവിടെ താമസിച്ചപ്പം പിന്നെ അവര് വിളിച്ച് ഞങ്ങൾ പോവാ, താക്കോല് വാങ്ങിക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ആ വീട്ടിൽ അവര് പോയപ്പോ ആ താക്കോല് ഞങ്ങളെ അങ്ങ് ഏൽപ്പിച്ചു. അപ്പൊ ഞങ്ങൾ അത് ഭയങ്കര സെറ്റപ്പ്. അപ്പൊ അവര് പറഞ്ഞു അവരുടെ ബെഡ്ഷീറ്റ്സ് ഒക്കെ ഭയങ്കര കൂടിയായിരുന്നു, അതെല്ലാം അവർ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യം ഞങ്ങൾ ഉപയോഗിച്ചാണെങ്കിലും നല്ലത്, ബാക്കിയെല്ലാം ഞങ്ങൾ കളഞ്ഞു. അങ്ങനത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങള് എന്തോ പറഞ്ഞ സുഭിക്ഷമായിട്ട് ഭയങ്കര സെറ്റപ്പില് ഒരു റെഡി ടു ഓക്യുപ്പൈ. എന്നിട്ട് എനിക്ക് പ്രത്യേക ഗിഫ്റ്റും അവരോട് വാങ്ങിച്ചു വെച്ചിരുന്നു. അതിൻ്റെ അത് വലിയൊരു സംഭവം പറയാം. എവിടെ വന്നപ്പം എൻ്റെ പാസ്പോർട്ടും ഞാൻ എൻ്റെ കുവൈറ്റിയുടെ കൊടുത്തിട്ട് എവിടെ വിസ അടിക്കാൻ കൊടുത്തു. ഈ കുവൈറ്റ് എവിടെ വിസ അടിച്ച പാസ്പോർട്ട് മാത്രമേ എൻ്റെ ഞങ്ങളുടെ ഓഫീസിലെ സേഫ് വെച്ചു. ഈ കുവൈറ്റിയുടെ വൈഫിൻ്റെ പേരിലാണ് എൻ്റെ ലൈസൻസ്. ഈ കുവൈറ്റ് അവിടുത്തെ മസ്രികളുമായിട്ട് ഏതാണ്ട് പ്രശ്നമുണ്ടായി, തോക്കോ കച്ചവടം ഉണ്ടായി. ഈ മസ്രികളെല്ലാം കൂടി ഈ കുവൈറ്റിയെ ഒരു ദിവസം കൊന്ന് ഒരു മുസ്ലിങ്ങളുടെ മാനുവലിനകത്ത് കൊണ്ട് കയറ്റി വെച്ചേച്ച് ഓഫീസിൽ വന്നിട്ട് അവരുടെ പാസ്പോർട്ടിൻ്റെ അതിരിക്കില്ലേ ആ സേഫ് എടുത്തിട്ട് അവരുടെ പാസ്പോർട്ട് കുത്തി തുറന്നെടുത്തേച്ച് എൻ്റെ പാസ്പോർട്ട് കത്തിച്ചും കളഞ്ഞു. ബിസിനസ് ഇങ്ങനെ കയറി കയറി വരുന്ന സമയമാണ്. പാസ്പോർട്ട് കത്തിച്ചത് അവരുടെ എടുത്തുകൊണ്ട് അവർ നാട് വിട്ടു. ഈ കുവൈറ്റിയെ കൊന്ന് സെപ്റ്റ് ടാങ്കിനകത്ത് കയറ്റി വെച്ചേച്ച് അവർ സ്ഥലം വിട്ടു. ഞങ്ങൾ ഓഫീസിൽ ഞാൻ 1-2 പേരല്ലേ ഉള്ളൂ. ഓഫീസിന്റെ താക്കോലല്ല ഇവരുടെ ഇല്ല. കൊടുക്കും. എനിക്ക് പാസ്പോർട്ടും ഇല്ല. അതുപോട്ടെ, ഈ പാസ്പോർട്ടൊന്നും എടുക്കണമെങ്കിൽ കുവൈറ്റിയുടെ ഭാര്യയുടെ പേരില്ല, അവരുടെ പെണ്ണുങ്ങളെ കാണാൻ പറ്റൂ. പിന്നെ പട്ടി ചന്തയ്ക്ക് പോണ പോലെ 6-7 മാസം ഇങ്ങനെ വീട്ടിൽ പോയി അതൊക്കെ ഇരിക്കുക കൊടുക്കുക. അതൊരു കണക്കിന് സാധിച്ചു. എവളെ അങ്ങ് കയറ്റി വിട്ടു. പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തിരിച്ച് നാട്ടിലേക്ക് വരിക. അപ്പൊ കുവൈറ്റ് യാത്ര കൊണ്ട് ഈ ആത്മീയമായ ഒരു മാറ്റം ഉണ്ടായതല്ലാതെ, ആത്മീയമായിട്ട് അങ്ങ് കയറി, അതല്ലാതെ സാമ്പത്തികമായിട്ട് അറബിയുടെ ഒരു പൈസ പോലും ഞാൻ ഇന്ത്യയിലേക്ക് അയച്ചിട്ടില്ല. എവള് പിന്നെ എവിടുന്നെങ്കിലും കടം എടുത്ത് തന്ന് ഞാൻ ഓരോരുത്തരുടെ കടം വീടുമായിരുന്നു. ഇന്ന് ഇന്ത്യയിലേക്ക് അറബിയുടെ ഒരു പൈസ കൊണ്ടുവരാതെ ജീവിച്ച ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നേച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇന്ന് ദുബായിക്ക് പോയി. വേറൊരു ഫ്രണ്ട് പറഞ്ഞു ദുബായ് ചെല്ലാൻ, അവിടെ ബിസിനസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നേരെ വേറൊരാളുമായിട്ട് സംഘടിപ്പിച്ചിട്ട് അവിടുത്തെ ഇമിഗ്രേഷൻ ഡയറക്ടർ ഒരു ഓഫീസിൽ ഇരുന്ന് അവിടെയും ബിസിനസ്. അവിടെ നിന്ന് ഞാൻ ഇറാഖിൽ പോകുന്നു. ഇറാഖിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ സദാം ഹുസൈൻ മരിക്കുന്നതിന് മുമ്പ് സദാം ഹുസൈൻ്റെ മോനുമായിട്ട് ഒരു വലിയ കോൺട്രാക്ട് എൻ്റർ ചെയ്യാനായിട്ട് ഫ്ലൈറ്റ് ഇല്ല. ദുബായ് പിന്നെ ജബലാലിൽ നിന്ന് 400 പേർക്ക് ഇരിക്കുന്ന ഒരു കപ്പലിൽ നേരെ കുവൈറ്റിൽ പോവുക. ഉംകാസർ എന്ന് പറഞ്ഞ പോർട്ട് ഇറങ്ങി വെച്ച് അവിടുന്ന് 900 കിലോമീറ്റർ കണ്ടുണ്ട് ബസ്സേ കയറി ബാഗ്ദാദ് ചെല്ലുന്നു. അവിടെ ചെന്ന് ഈ മദ്രസയുടെ കസേര, 2 കോടി രൂപയുടെ മരുന്ന്, 200 ട്രാക്ടർ, 400 ഹാർവസ്റ്റർ, ഇതെല്ലാം ടെൻഡർ ചെയ്യാനായിട്ട് അവിടെ ചെന്ന് വെച്ച് ഈ സദാമിൻ്റെ മോൻ ഉദയമായിട്ടുള്ള കോൺട്രാക്ട് ഉണ്ടാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുത്ത് സാമ്പിൾ വരെ കൊണ്ടു കൊടുത്തു. തിരിച്ച് എല്ലാം ഒപ്പിട്ട് ഡോഹ ബ്രിട്ടീഷ് ബാങ്കിലേക്ക് LC ഓപ്പൺ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സും തന്നു. ഇതും കൊണ്ട് നേരെ ബാഗ്ദാദിൽ റൂമിൽ വന്നപ്പം എൻ്റെ അപ്പോൾ യുദ്ധം തുടങ്ങി. കുവൈറ്റ് അമേരിക്ക അല്ല കുവൈറ്റ് ഇറാഖ്. അപ്പം എൻ്റെ കൂടെ അടുത്ത് താമസിക്കുന്ന അമേരിക്കക്കാരൻ പറഞ്ഞു, നിനക്ക് ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടു, ഇന്ന് തന്നെ പൊക്കോണം. ഞാൻ ഈ കപ്പലിലാണ് വന്നത്. ഈ കപ്പൽ ഇനി അടുത്ത ശനിയാഴ്ച വരത്തുള്ളൂ. കപ്പലിൽ വരെയുള്ള ടിക്കറ്റ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. വേറെ യാതൊരു എയർപോർട്ടും എല്ലാം ബോംബെയിലേക്ക് വരിക. പിന്നെ അവിടുന്ന് ഒരു ടാക്സി പിടിച്ചിട്ട് അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാണെന്ന് പറഞ്ഞു. ടാക്സി പിടിച്ചിട്ട് നേരെ ജോർദാനിലേക്ക് പോവുക. ബാഗ്ദാദ് ജോർദാനിൽ 900 കിലോമീറ്റർ യാത്ര. നമ്മുടെ ഈ കല്ലുമഴയൊക്കെ പെയ്തല്ലേ അതിൻ്റെ അകത്തൂടെ ഈ യാത്ര. ഞാനും ഈ ഡ്രൈവറും ഉണ്ട്. ഒരു വലിയ കാബ്രീസ് നിറച്ച് സാധനങ്ങളും അവനുള്ള സാധനങ്ങളെല്ലാം പിടിച്ചു. ജോർദാൻ്റെ അവിടെ ചെക്കിങ്ങിന് വന്നപ്പോൾ എന്നെ പുറത്തിറക്കി. നമ്മളിങ്ങനെ വിറയ്ക്കുക.
ഇറക്കി എല്ലാം ചെക്കിങ് എല്ലാം കഴിഞ്ഞേച്ച് കൊടുക്കാൻ. നീ അല്ല ഹിന്ദി ഓക്കെ പൊക്കോളാൻ പറഞ്ഞു. അവിടുന്ന് ജോർദാനും ഇന്ത്യ ആയിട്ട് ഏതാണ്ട് ഒരു ഡീലുണ്ട്. അപ്പം ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ വിട്ടു. നേരെ ജോർദാനിൽ ചെന്ന് ഒരു ഹോട്ടലിൽ റൂം എടുത്തേച്ച് നേരെ ടിക്കറ്റ് എയർപോർട്ട് ടിക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു. ഓടിച്ചെന്ന് ഒരു എയർലൈൻസിൻ്റെ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു വെൻ യു വാണ്ട് ടു ഗോ. ഞാൻ പറഞ്ഞു എനിക്കിനിയും ദുബായിൽ നിന്ന് പിറ്റിയ ടിക്കറ്റ് വരും, അതുകൊണ്ട് പോയാൽ. നോ നിനക്ക് പോകണമെങ്കിൽ ഇന്ന് രാത്രി പോകണം. ഇവിടെ 10 ദിവസത്തേക്ക് ജോർദാൻ രാജാവിൻ്റെ ബർത്ത്ഡേ അവിടെ എയർപോർട്ടിൽ അടയ്ക്ക് വന്നു. എൻ്റെ ഒരു പൈസ ഇല്ല, ഞാൻ എന്തോ ചെയ്യും? ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ എൻ്റെ മാല കിടക്കുന്നു. ഞാൻ ആ മാല എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഗോൾഡ് വല്ലതും ഉണ്ടോ ചോദിച്ചു. കൊണ്ട് താഴെ ഉണ്ടെന്ന് ഓടി ഗോൾഡ് ചെന്ന് മാല ഊരി കൊടുത്തിട്ട് അവിടുത്തെ പൈസ കിട്ടി. ഹോട്ടലിലെ പൈസ കൊടുത്തു. ഒരു ചോദ്യം ചോദിക്കുന്നത്, ഈ പെന്തിക്കോസിൽ പോയി സ്നാനപ്പെട്ടിട്ട് ഈ മാലയൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ കുറ്റപ്പെടുത്താഴ്ച പിന്നെ ഞാനെനിക്ക് പോകുന്നല്ലോ. ഓക്കെ. ഈ സ്നാനപ്പെട്ടൊക്കെ കഴിഞ്ഞാലും ഈ യഥാർത്ഥമായിട്ടുള്ള പെന്തക്കോസ്തനാവുന്നില്ലല്ലോ. രൂപാന്തരപ്പെട്ടു, പാപങ്ങളൊന്നും ചെയ്യാതെ ജീവിക്കാൻ തുടങ്ങി. കാരണം ഇത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നതല്ലല്ലോ, ഗ്രാജുവലായിട്ടാണല്ലോ നമ്മൾ വളരുന്നത് അത് ദൈവസന്നിധിയിൽ. അങ്ങനെ ഗ്രാജുവലായിട്ട് വളർന്ന് അവിടെ കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവരൊരാൾ വന്ന് ചോദിച്ചു, നീ എയർപോർട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നീ എവിടെ നിന്നാണ് വരുന്നത്? ഇറാഖിൽ നിന്ന് വരിക. എയർപോർട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ടോ? ഗോയിൻ ടിക്കറ്റ് എന്നത് 1.5 ദിവസം ഒന്നും കഴിക്കാതിരുന്നേച്ച് ഈ ആ 10 രൂപ കിട്ടിയിട്ട് പോയൊരു പെപ്സിയും ഒരു സാൻഡ്വിച്ചും മേടിച്ച് കഴിച്ചിട്ട് ബോർഡിംഗ് പാസും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒഴുക്കം ലാസ്റ്റ് അബുദാബി ഒന്ന് ലാൻഡ് ചെയ്യുന്നിടം വരെ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം. അവിടെ നിന്നും രക്ഷപ്പെട്ട് അത്ഭുതകരമായ വഴികളാണ് ദൈവം ഓരോ സമയത്തും ഒരുക്കുന്നത്. അവിടുന്ന് ഒരു കണക്കിന് എല്ലാം കളഞ്ഞ് രക്ഷപ്പെട്ട് തിരിച്ച് നാട്ടിൽ വരുന്നു. പിന്നെ ദുബായ് യാത്ര കൊണ്ടും കാര്യമായ പ്രയോജനമൊന്നും അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കോടികൾ കിട്ടേണ്ടത് വരുമ്പോൾ ടിങ്ങന്നങ്ങ് പോകും. സജി ഷേർലി ദമ്പതികളുടെ ജീവിതത്തിൽ ദൈവം അവരെ അത്ഭുതകരമായി നടത്തിയ അനുഭവങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആകുന്നത് കൊണ്ട് ഇത് 2 ഭാഗമായിട്ട് ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്കിതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ചൈനയിൽ വെച്ച് ഇവർക്ക് വലിയ ഒരു പ്രതിസന്ധി നേരിട്ടു. പ്രിയ സൈചൈൻ ഹോസ്പിറ്റലൈസ്ഡായി. ഷേർലി ആൻറ്റി ഒറ്റയ്ക്ക്, ഭാഷ പോലും അറിയാത്ത ഒരു ദേശത്ത് ഒറ്റയ്ക്ക് പ്രതിസന്ധിയുടെ നടുവിലായപ്പോൾ ദൈവം അവരെ പരിപാലിക്കുന്നതിന് വേണ്ടി ഇവരവിടെ എത്തുന്നതിന് മുൻപേ ഹോസ്പിറ്റലിൽ അവരുടെ മരുമകൻ അമേരിക്കയിൽ ഡയറക്ടറായിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ ഒരാഴ്ചത്തേക്ക് വന്നിരിക്കുന്നു. അത്രയ്ക്ക് അത്ഭുതകരമായി ദൈവം പരിപാലിച്ചതും അതിന് ശേഷം അവരുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.